മാത്രം ആരാധനയ്ക്ക് അടുത്തു വരുന്ന ആളുകൾ ആത്മീയതയെ വികലമായി കാണുന്നവരാണ്. ദൈവ മനുഷ്യ ബന്ധം ഉലഞ്ഞു പോയിരിക്കുന്നു. കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ അവന് നന്ദി പറയണം. അതാണ് എൻ്റെ ആധ്യാത്മികത. 103-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എന്താ പാടിയത്? എൻ മനമേ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ്റെ ഉള്ളമേ കർത്താവിനെ സ്തുതിക്കുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദാവീദിന് മറക്കാൻ പറ്റില്ല പ്രിയരെ. ഇവിടെ ഇരിക്കുന്ന പലരും മറന്നുപോയി കഴിഞ്ഞു. പിറന്നു വീണ ചെറ്റക്കുടിൽ ഓർമ്മയുണ്ടോ? ഇഴഞ്ഞു നടന്ന ചാണകം മെഴുകിയ തറയെക്കുറിച്ച് ഓർമ്മയുണ്ടോ? അത്താഴം നിറച്ചുണ്ണാൻ കിട്ടാഞ്ഞിട്ട് കരഞ്ഞുറങ്ങിയ ആ യാമങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടോ? നിങ്ങളുടെയൊക്കെ ജനറേഷനിൽ അതിനൊന്നും സാധ്യത കാണില്ല അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറന്നു വീണത് ചെറ്റക്കുടിലാണ്, ഇഴഞ്ഞു നടന്നത് ചാണകം മെഴുകിയ തറയിലാണ്. ഈ 2 ദിനമായി ഞാനും തിരുമേനിയും ഒരുമിച്ചുണ്ട്. ഞങ്ങളൊരു നാട്ടുകാരാ, വയനാട്ടുകാരാ. തിരുമേനിയും ഞാനും തമ്മിൽ സംസാരിച്ചപ്പോൾ ഓർത്തെടുത്ത ഓരോരോ അനുഭവങ്ങളാണ്. ബാല്യകാല അനുഭവങ്ങൾ, നിറച്ചുണ്ണാൻ കഴിയാതിരുന്ന ബാല്യങ്ങൾ, നല്ല വസ്ത്രം ധരിക്കാൻ ആശിച്ച ബാല്യങ്ങൾ. ആണ്ടിലൊരിക്കൽ അപ്പൻ ഒരു നിക്കറും ഒരു ഉടുപ്പും തയ്ച്ചു തരും, ചാക്കിൻ്റെ കനമുള്ള കാക്കി നിറമുള്ള തുണി കൊണ്ട്. എന്താ അപ്പൻ്റെ ഉദ്ദേശം എന്നറിയാമോ? ഈ ഒരു കൊല്ലം മൊത്തം ഇത് കീറരുത്. ഞാൻ LP സ്കൂളിൽ പഠിച്ച പള്ളിക്കൂടത്തിൻ്റെ കിണറിരിക്കുന്നിടത്ത് സ്ലോപ്പിൽ സ്റ്റെപ്പ് കെട്ടിയതിൻ്റെ സൈഡുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ഹോബി മുകളിലിരിക്കുക, ഊർന്ന് താഴോട്ട് വരിക, വീണ്ടും മുകളിലിരിക്കുക, ഊർന്ന് താഴോട്ട് വരിക. ഇപ്പോഴത്തെ പിള്ളേർക്കും ഇതൊക്കെ തന്നെ ശീലമാണ്. പക്ഷെ അവർ പോകുന്നത് ഫാൻറ്റസി പാർക്കിലെ ഈ ഊർന്നിറങ്ങുന്ന സ്ഥലത്തേക്ക് പോകാനാ. അവിടെ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഊർന്നിറങ്ങിയ സ്ഥലത്തിനൊരു കുഴപ്പമുണ്ട്. നല്ല റഫായിട്ടുള്ള പ്രതലമായിരുന്നു. എൻ്റെ ചാക്ക് കനമുള്ള നിക്കറ് 4-ാം ദിവസം മൂട് കീറിപ്പോവും. മൂടില്ലാത്ത നിക്കറും കൊണ്ട് ഒരു ആണ്ട് മുഴുവനും നാണം കേട്ട് പള്ളിക്കൂടത്തിൽ പോയ ബാല്യം എൻ്റെ ഓർമ്മയിലുണ്ട്. മറ്റൊന്ന് എൻ്റെ അപ്പനോട് ചോദിക്കാൻ പറ്റില്ല. നാട്ടുകാരുടെ പാടത്തും പറമ്പിലും നിലമുഴുതും പണിയെടുത്തുമാണ് അപ്പൻ ആഹാരം കണ്ടെത്തിയത്. ഇല്ലിമടഞ്ഞ് കുത്തി നിർത്തിയിട്ടും മണ്ണെറിഞ്ഞ് പിടിപ്പിച്ച ഭിത്തിയായിരുന്നു വീടിൻ്റെ ഭിത്തി. മഴ പെയ്യുമ്പോൾ മുഴുവനും തലയിൽ വീഴുന്നതും പാത്രം തലയിൽ കമിഴ്ത്തി വലിയ മഴയിൽ നനയാതിരുന്നതും എൻ്റെ ഓർമ്മയിലുണ്ട്. വന്ന വഴി മറന്നു പോകരുതാരും. ദാവീദ് അത് മറന്നില്ല. ദാവീദിനത് മറക്കാൻ പറ്റില്ല. ദാവീദ് ദൈവാഭിമുഖ്യം സൂക്ഷിച്ചവനാ, നന്ദിയുള്ളവനാ. ദാവീദിന്റെ ബാല്യം ഓർമ്മയുണ്ടോ? അവൻ സമ്പന്നനായ ഒരപ്പൻ്റെ മകനായിരുന്നു. ബത്ലഹേമിനായി ഈശായി മഹാസമ്പന്നനായിരുന്നു. അവന് മക്കളെ 8, പുലി പോലെ 8 ആമ്പിള്ളാര്. അതിലേറ്റവും ചെറുതാണ് ഈ ദാവീദേ. കാര്യമാണ് സുന്ദരനൊക്കെ ആണെങ്കിലും 8 വയസ്സേ ഉള്ളൂ, കുഞ്ഞു പയ്യനാ. ഞാൻ ആ രംഗം എൻ്റെ ഭാവനയിൽ ഇങ്ങനെ കാണാറുണ്ട്. ദാവീദിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ ശമൂവേൽ ബത്ലഹേമിനായി ഈശായിയുടെ വീട്ടിൽ ആളെ അയച്ച് പറയിപ്പിച്ചു, ഈശായി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നിന്റെ ആൺമക്കളിൽ ഒരുത്തനെ ഇസ്രായേലിൻ്റെ രാജാവായി തിരഞ്ഞെടുപ്പാൻ കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഈശായി പന്തലിട്ടു, വാദ്യക്കാരെ വരുത്തി, കാളകളെ അറുത്തു, വിരുന്നൊരുക്കാൻ തുടങ്ങി. മൂത്ത ആൺമക്കൾ 7 പേർക്കും ഒന്നാന്തരം രോമക്കുപ്പായം തയ്പ്പിച്ചു. കാരണം ഇവരിൽ ആരെങ്കിലും ആയിരിക്കും രാജാവെന്ന് ഈശായി അങ്ങ് തീരുമാനിച്ചു. വേദപുസ്തകത്തിലുള്ളത് അങ്ങനെ തന്നെ അല്ല അച്ഛൻ പറയുക. അച്ഛൻ്റെ വായനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ കാഴ്ചപ്പാടിലൂടെ ഇതങ്ങ് പറയുകയാണ്. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ മാത്രം നോക്കുമൊന്നും വേണ്ട. പാവം ദാവീദിന് മാത്രം പുത്തൻ ഉടുപ്പില്ല. ദാവീദ് സങ്കടപ്പെട്ട് ഓടി നടന്ന് മൂത്ത ചേട്ടൻ മുതൽ ഇളയ ചേട്ടൻ വരെ എല്ലാവരോടും ചോദിച്ചു, ചേട്ടാ എന്താ ഇവിടെ വിശേഷം? എന്തിനാ പന്തലിട്ടത്? എന്തിനാ ഇവിടെ വാദ്യക്കാർ വന്നത്? എന്തിനാ കാളകളെ അറുക്കുന്നത്? എന്തിനാ വിരുന്നൊരുക്കുന്നത്? അവർക്കൊക്കെ അറിയാം രാജാവിനെ തിരഞ്ഞെടുക്കാനാ. ഇതിപ്പോൾ എന്തിനാ ഇവനോട് പറയുന്നത്? ഇവനെ എന്തായാലും അപ്പൻ പ്രവാചകന്റെ മുമ്പിൽ നിർത്താൻ തീരുമാനിച്ചില്ല. പോടാ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കണത്? നിന്നോട് ആര് ചോദിച്ചു ഇതൊക്കെ അന്വേഷിക്കാൻ? നീ പോ. ആരും പറഞ്ഞില്ല.
ദാവീദിന് സങ്കടം പിടിച്ചിട്ട് കിട്ടിയില്ല. നിങ്ങൾ ഓർത്തേ, നിങ്ങളുടെ ബാല്യത്തിൽ വീട്ടിലൊരു വലിയ സംഗതി നടക്കുമ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങളോട് മാത്രം പറഞ്ഞില്ലെങ്കിൽ നൊമ്പരം ഉണ്ടാവുമോ? ഇല്ലേ? മിണ്ടൂന്ന് ഓർത്താ ഞാൻ ചോദ്യം ചോദിക്കണതേ. ഈ ചോദ്യം എങ്ങനെ ചോദിച്ചിട്ട് നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഒരു പാവമായതുകൊണ്ട് ഞാൻ വിചാരിക്കും നിങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. അനന്തര നടപടിക്ക് ഒട്ടും താമസമില്ല. ഈ സഭയിലെ എല്ലാ കൂതാശകളുടെയും എല്ലാ ക്രമങ്ങളും മനപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന തിരുമേനി ഇവിടെ ഉണ്ട്. ഞങ്ങളെ അച്ഛന്മാരും അത്ര മോശം വരില്ല. ഒന്നാം ക്രമം ഇവിടുന്നേ തീർക്കും, എന്നിട്ടേ പിന്നെ വിടുള്ളൂ. മിണ്ടണം ട്ടോ, മിണ്ടണോട്ടോ എന്നാ പറഞ്ഞത്. ആമേൻ. ഇനിയും കേൾക്കുക. ഇശായി അവസാനം ദാവീദ് സങ്കടപ്പെട്ട അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എന്താ അമ്മ ഇവിടെ വിശേഷം? എന്താ ഇവിടെ കാണണത്? ആഹാ, നീ ഇവിടെ കിടന്ന് കറങ്ങ. അപ്പൻ കുറെ നേരമായി നിന്നെ അന്വേഷിക്കുന്നു, വേഗം ചെല്ല്, അപ്പം പറയും. അപ്പൊ ദാവീദിന്റെ ഉള്ളിലൊരാശ, അപ്പം പറയിരിക്കും. ഓടി അപ്പൻ്റെ അടുത്ത് ചെന്നു. അപ്പാ, എന്താ അപ്പ അവിടെ വിശേഷം? അമ്പടാ, നീ ഇതിലൊക്കെ ഇറങ്ങി നടക്കുക. ചേട്ടന്മാരെ എല്ലാം ഞാൻ മേച്ചിൽപ്പുറത്ത് വിളിച്ചു വരുത്തി. ഇടയന്മാർ മാത്രമേ ഇപ്പൊ മേച്ചിൽപ്പുറത്തുള്ളൂ. അവർ തോന്നിവാസം കാണിക്കും. ആടുകളെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ആരാ സമാധാനം പറയാ? അവന്റെ ചെവിക്ക് പിടിച്ചൊരു 3-4 പമ്പരം കറക്കിയിട്ട് അപ്പം പറഞ്ഞു, പൊക്കോളണം, ഇവിടെ കണ്ടുപോകരുത്, വേഗം മേച്ചിൽപ്പുറത്തേക്ക് വിട്ടോ. അപ്പനും പറഞ്ഞില്ല. ഒരു സങ്കീർത്തന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും എൻ്റെ കർത്താവേ നീ എന്നെ ചേർത്തുകൊണ്ടല്ലോ. അച്ഛൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 27-ാമത്തെ സങ്കീർത്തനത്തിൽ ആ വാക്യമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും എൻ്റെ കർത്താവേ നീ എന്നെ ചേർത്തുകൊണ്ടല്ലോ. ദാവീദിൻ്റെ കാഴ്ചപ്പാട്. അവസാനം അവൻ മേച്ചിൽപ്പുറത്തേക്ക് ഓടുകയാ. ഒരു വിളിപ്പാടകലം ഓടിയപ്പോൾ ദാവീദിൻ്റെ ഉള്ളൊന്നുലഞ്ഞു. ഒരു പകൽ മുഴുവൻ വീട്ടിൽ എന്ത് നടക്കുന്നുവെന്നറിയാതെ മേച്ചിൽപ്പുറത്ത് കഴിച്ചുകൂട്ടാൻ എന്നെ പറഞ്ഞയക്കുകയാണ്. ആരും അറിയാതെ അവൻ തിരിച്ചു നടന്നു. ശങ്കിച്ചൽപ്പം നിന്നിട്ട് അവൻ തിരിച്ചു നടന്നു. പിന്നാമ്പുറത്തെ വാതിലിലൂടെ അകത്ത് കയറി. ആരും കാണാതെ അവൻ അവൻ്റെ സ്വകാര്യ മുറിയിലേക്ക് എത്തി. അവിടെ നിന്ന് തൻ്റെ സ്വന്തം വാദ്യോപകരണമായ കിന്നരം അവൻ കയ്യിലെടുത്തു. അവൻ അത് മാറോടടുക്കി പിടിച്ച് മലയിറങ്ങി. കാണാമറയത്തെത്തിയപ്പോൾ അവൻ ഓടി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട്, ദൈവമേ എനിക്ക് ആരുമില്ലാതായല്ലോ, എൻ്റെ ദൈവമേ ഞാൻ തനിച്ചായല്ലോ, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചല്ലോ. ചാഞ്ഞു കിടന്നു ഒരു മരത്തിൻ്റെ കീഴിൽ, പരന്നു കിടന്നു ഒരു പാറപ്പുറത്ത്, മലർന്നും കമിഴ്ന്നും കിടന്ന് ഒരു പകൽ മുഴുവൻ അവൻ പാടി. ശോകഗാനങ്ങളായിരുന്നു അന്ന് ദാവീദ് പാടിയതെല്ലാം. ചങ്കു പൊട്ടി പൊട്ടി അവൻ പാടി. അവന് സങ്കടം തീരുന്നില്ല. പക്ഷേ പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ ഊളിയിട്ടിറങ്ങുമ്പോൾ ദൂരെ നിന്നൊരു വിളി, കൊച്ചജമാനനെ, കൊച്ചജമാനനെ. ദാവീദ് കുതിച്ചെഴുന്നേറ്റു. ആരാണ്? എന്താണ്? വലിയ യജമാനൻ പറഞ്ഞിരിക്കുന്നു അങ്ങയെ കൂട്ടിക്കൊണ്ടുവരാൻ, വീട്ടിലേക്ക് ഓടി വരാൻ. എന്താണ് വീട്ടിൽ വിശേഷം? അറിഞ്ഞില്ലേ? ഇസ്രായേലിന്റെ രാജാവിനെ തെരഞ്ഞെടുക്കാൻ ശമൂവേൽ പ്രവാചകൻ വന്നിരിക്കുന്നു. എന്നിട്ട് അങ്ങയുടെ ജ്യേഷ്ഠന്മാർ 7 പേരെയും നിരത്തി നിർത്തി. പ്രവാചകൻ പരിശോധിച്ചിട്ട് അവരെ ആരെയും ബോധിച്ചിട്ടില്ല. ഇനി നിനക്ക് മക്കളുണ്ടോ എന്ന് അപ്പനോട് ചോദിച്ചപ്പോ ഒരു കൊച്ചു പയ്യനുണ്ട്, മേച്ചിൽപ്പുറത്താണെന്ന് അപ്പൻ പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടതാ. എന്റെ പൊന്നു ദൈവമേ എന്നൊരു വിളി. ചങ്കുപൊട്ടി ദാവീദ് വിളിക്കുമ്പോ ആ വിളിക്ക് പിന്നിൽ അവന്റെ ആത്മാർപ്പണം മുഴുവനും ഉണ്ടായിരുന്നു. പാഞ്ഞു കയറി ചെന്ന ദാവീദിനെ ജ്യേഷ്ഠന്മാർ കൈ പിടിച്ച് നിർത്തി. അവൻ ആ കൈ കുടഞ്ഞങ്ങ് പിടിവിച്ചു. പിടിക്കേണ്ട എന്നെ ആരും. എടാ ദാവീദേ, നിന്നെയും തെരഞ്ഞെടുക്കാനൊന്നും പോണില്ല. ഞങ്ങൾ ഇത്രമാത്രം വലിയ മല്ലന്മാരും ബലവാന്മാരും സുന്ദരന്മാരും നിന്നിട്ട് പ്രവാചകന് കണ്ണിപ്പിടിച്ചില്ല, പിന്നെ എടാ പിറച്ചെറുക്ക നീയ്. ദാവീദ് അവരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എന്നെ തടുക്കണ്ട. എന്റെ അപ്പം വിളിച്ചിട്ടാ ഞാൻ വന്നത്, ദൈവം കൽപ്പിച്ചിട്ടായിരിക്കും. ദാവീദ് മുൻപോട്ട് ചെന്നു. അണിഞ്ഞൊരുങ്ങിയിട്ടില്ല, പുത്തനോട് വിട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇടയന്റെ വേഷത്തിൽ ഒരു പിറച്ചെറുക്കൻ, അതാണ് അതിന് പറ്റിയ വാക്ക്. വന്നങ്ങ് നിന്നപ്പോൾ പ്രവാചകൻ ദാവീദിനെ കണ്ടൊരു കാഴ്ച വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കോമളരൂപി, സുനേത്രൻ, പവിഴ നിറമുള്ളവൻ, അടിമുതൽ മുടി വരെ ഊനമില്ലാത്തവൻ,
പ്രവാചകൻ ചോദിച്ചു ദൈവത്തോട്, ദൈവമേ, ഇവനാണോ ഇസ്രായേലിന്റെ രാജാവ്? യെസ്, അവൻ തന്നെ. കയ്യിലിരുന്ന തൈലക്കൊമ്പ് ദാവീദിന്റെ തലയിലേക്ക് കമിഴ്ത്തിയിട്ട് കരങ്ങൾ വെച്ച് അഭിഷേകം ചെയ്തപ്പോൾ ദാവീദ് രാജാവായി. അപ്പനും അമ്മയും 7 ജ്യേഷ്ഠന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തിട്ട് ഇസ്രായേലിന്റെ രാജാവേ ജയ ജയ എന്ന് വിളിച്ചപ്പോൾ 2 കരങ്ങളും വിരിച്ചു പിടിച്ചവൻ നിറകണ്ണോടെ പറഞ്ഞു, തമ്പുരാനെ, നീ കണ്ടു എന്നെ. ആരും കാണാത്തപ്പോ നീ കണ്ടു എന്നെ. മക്കളെ, ജനിച്ചു വളർന്ന നാടും ഓടിക്കളിച്ച നാടും ഓർമ്മയുണ്ടോ? വളർന്നു വന്ന സാഹചര്യങ്ങളും ഞെരുക്കമനുഭവിച്ച കാലങ്ങളും ഓർമ്മയുണ്ടോ? എഴുതിയ പരീക്ഷകൾ പലവട്ടം തോറ്റിട്ട് പരിഹാസ ശരങ്ങളേറ്റ് തല നിവർത്തിപ്പിടിക്കാൻ പറ്റാതെ കുനിഞ്ഞു നടന്ന കാലങ്ങൾ ഓർമ്മയുണ്ടോ? അവിടെ നിന്ന്, ആ കുപ്പക്കുഴിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന് കരുണ തോന്നിയിട്ട് കൊണ്ടുവന്നതാ നിന്നെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ പകിട്ടിലേക്ക്. സമ്പന്നതയുടെ നെറുകയിലൊന്നും ആരും എത്തിയിട്ടില്ല, മിച്ചം ഒരുപാട് വെച്ചിട്ടുമില്ല. പക്ഷെ ഇന്ന് സമൂഹത്തിന്റെ കണ്ണിൽ നിനക്കൊരു മാന്യതയുണ്ട്. യുകെയിലാണ് നീ കുടുംബമായി താമസിക്കുന്നത്. പക്ഷേ കൊണ്ടുവന്നവനെ ഓർമ്മയുണ്ടോ? നിന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്ന ദൈവത്തെ നീ അറിയുന്നുണ്ടോ? അവന് വേണ്ടി കൊടുപ്പാൻ നിനക്ക് സമയമുണ്ടോ? അവന്റെ മുമ്പിൽ ഇരിക്കാൻ നിനക്ക് നേരമുണ്ടോ? തിരുമുമ്പിൽ നിന്റെ മുട്ടുമടക്കാൻ? ദൈവമേ, ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തിയതാണെന്ന്. ഇവിടെ വന്നതല്ല ഞാൻ, നീ കൊണ്ടുവന്നതാണെന്ന്. യോഗ്യതയല്ല, നിന്റെ കൃപയാണ് എന്റെ അവകാശം എന്നൊന്ന് പറയാൻ, നാൾതോറും ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ഒന്ന് വീഴാൻ, നന്ദി കർത്താവേ നന്ദി എന്നൊന്ന് പറയാൻ എത്ര പേർക്ക് സാധ്യമാകുന്നു? മക്കളെ വളർത്തുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? മക്കളെ, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ, ദുരിതങ്ങളിലൂടെ, നൊമ്പര പരമ്പരകളിലൂടെ, ഉപേക്ഷിക്കപ്പെടലുകളിലൂടെ, ഒരുപാട് പേരുടെ തിരസ്കരണം ഏറ്റുവാങ്ങി ചവിട്ടിമെതിക്കപ്പെട്ട ബാല്യകൗമാരങ്ങളിലൂടെ നടന്നു വന്നതാണ് നിന്റെ അപ്പനും അമ്മയും. സ്വർഗത്തിലൊരു ദൈവമുണ്ട് കുഞ്ഞ്. ആ ദൈവമാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമെന്ന് സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അവർക്ക് ഈ ദൈവത്തെ പകുത്തു കൊടുക്കാനായില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നതോ, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉന്നത വിദ്യാഭ്യാസങ്ങളോ, നിങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുന്ന ലൗകിക സ്റ്റാറ്റസോ അവരുടെ നന്മയ്ക്കായി തീരുന്നില്ല, അവരുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം പകരുന്നില്ല, അവരെങ്ങും എത്തുന്നില്ല, അവരവരുടെ ആയുസ്സിൽ പരാജയപ്പെടും. ദൈവത്തെ പകുത്തു കൊടുക്കുക, തലമുറകളിലേക്ക് അത് പകർന്നു വെക്കുക. കഴിയണമെങ്കിൽ ദൈവത്തോട് മാതാപിതാക്കൾക്ക് നല്ല ബന്ധം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്ന വഴികൾ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? മറക്കരുത്. അവന്റെ ഉപകാരങ്ങളൊന്നും മറന്ന നാളിൽ നീ മറന്നത് നിന്റെ ദൈവത്തെയാ. ഉലഞ്ഞുപോയ ഒന്നാമത്തെ മേഖല മനുഷ്യ ദൈവ ബന്ധം വല്ലാതെ ഉലഞ്ഞുപോയി. ഈ ജനം ദൈവത്തെ മറന്നുപോയി. ദൈവമക്കളെ, അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന ധാർമ്മിക തകർച്ചകളിൽ ഒന്നാമത്തെ തകർച്ച ഏതാ? മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം വല്ലാതെ ഉലഞ്ഞുപോയി. യുകെയിലെ സംസ്കാരത്തിലേക്ക് നമ്മുടെ തലമുറയും പതുക്കെ കൺവെർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? 10,000-കണക്കിന് പള്ളികൾ പൂട്ടിയിട്ടിരിക്കുന്നു. പലതും അമ്പരചുംബികളാണ്. കരിങ്കല്ല് കൊണ്ട് കൊത്തുപണികളോടെ പണി തീർത്ത പള്ളികളിൽ പലതും ഇന്ന് പബ്ബുകളാണ്, ബാറുകളാണ്, ട്രേഡ് സെന്ററുകളാണ്. കേരളത്തിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മക്കൾ ഞായറാഴ്ച പള്ളിയിലേക്കല്ല, എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിലേക്കാണ് പോകുന്നത്. അവസാനം മാതാപിതാക്കൾക്ക് ഇത് ഒരു കോച്ചായി മാറും. വാർദ്ധക്യത്തിലേ ദൈവത്തെ അറിയാത്തൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ക്ലബ്ബ് സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ തലമുറ വഴുതി മാറുകയാണ്. ശനിയാഴ്ചയുടെ സായങ്കാലങ്ങളിൽ സകുടുംബം ക്ലബിലേക്ക് ചെല്ലാനും അല്പം സിപ്പ് ചെയ്യാനും കുടിക്കാനും കൂത്താടാനും തുടങ്ങിയിരിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ സമൂഹത്തിന്റെ സ്റ്റാറ്റസിനനുസരിച്ച് എൻ്റെ കുടുംബവും വളരണമെന്ന ചിന്തയോടെ സമൂഹം എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് ഞാനും എൻ്റെ കുടുംബവും എന്ന ചിന്താഗതിയിലേക്ക് ഈ ഇരിക്കുന്ന പലരുടെയും കുടുംബങ്ങൾ വഴുതിയിട്ടുണ്ട്.
ഇപ്പോഴും വഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം, അത് മാറ്റി പറയാൻ സാധിക്കില്ല. അപകടം അറിഞ്ഞില്ലെന്ന് നാളെ പറയരുത്, ഇന്ന് പറഞ്ഞിട്ടുണ്ടത്. ആമേൻ. രണ്ടാമത്തെ തകർച്ച, മനുഷ്യ ബന്ധം ഇത്രയും തകർന്നു പോയൊരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. സത്യമാണോ? സത്യമാണോ? ആണ്, 1000 വട്ടം സത്യമാണ്. ആർക്കും ആരോടും ബന്ധമില്ല, ആരും ആരെയും അംഗീകരിക്കുന്നില്ല, ആരും ആരെയും സ്നേഹിക്കുന്നില്ല. സ്വാർത്ഥത കൊണ്ട് അന്ധത ബാധിച്ചൊരു തലമുറ. സ്വയം ന്യൂക്ലിയസിലേക്ക് ഒതുങ്ങിക്കൂടി സ്വന്തം സുഖം, സ്വന്തം ആനന്ദം, സ്വന്തം ലോകം, സ്വന്തം സാമ്രാജ്യം ഇത് സൃഷ്ടിച്ചെടുത്തിട്ട് ചുറ്റുപാടുകൾ കാണാതെ, കണ്ടിട്ടും കാണാത്തവരെ പോലെ ജീവിക്കുന്ന ഒരു തലമുറ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വല്ലാതെ ഉലഞ്ഞിരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വല്ലാതെ ഉലഞ്ഞിരിക്കുന്നു. കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ബന്ധം സഹ ഉദരർ, അത് ലോപിച്ചപ്പോഴാണ് സഹോദരർ എന്ന് വിളിച്ചത്. ഒരേ ഉദരത്തിൽ പിറന്നവരെയാണ് സഹ ഉദരർ അഥവാ സഹോദരർ എന്ന് വിളിക്കുന്നത്. ഒരമ്മയുടെ ഉദരത്തിൽ പിറന്ന് ഒരമ്മയുടെ നെഞ്ചിൽ നിന്ന് പാല് കുടിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരു വായിലുറങ്ങി വളർന്നവർ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരായി മാറുമ്പോൾ ബന്ധങ്ങൾ ഉലഞ്ഞുപോയി. അയൽക്കാരും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞുപോയി. കഴിഞ്ഞ ദിവസം ഒരു ജേണൽ വായിച്ചപ്പോൾ എനിക്ക് വലിയ രസം തോന്നി. കേരളം സാമ്പത്തികമായി വളരാത്തത് എന്താണെന്ന്, ഇപ്പോൾ ഈ വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് ഇൻകം കേരളത്തിലേക്ക് വന്നിട്ടും കേരളം എന്താണ് ആളോഹരി വരുമാനത്തിൽ പുരോഗതിപ്പെടാത്തത് എന്നറിയാൻ ഒരു വിദേശ സർവകലാശാലയിൽ നിന്ന് ഒരു റിസർച്ച് വിഭാഗം കേരളം സന്ദർശിച്ചിട്ട് അവർ കൊടുത്ത റിപ്പോർട്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മതിലുകൾ പണിയാനാണ്. സത്യമല്ലേ? വീടിനേക്കാളും പൊക്കത്തിലല്ലേ ഇപ്പോൾ ആളുകൾ മതിൽ പണിയുന്നത്? എന്നെ ആരും കാണരുത്, എൻ്റെ സ്വകാര്യതകളിലേക്ക് ആരും വരാൻ പാടില്ല, എനിക്കാരുടെയും കണ്ട കുഴപ്പമില്ലല്ലോ, എൻ്റെ ലോകം മതി എനിക്ക്. ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്നത് അറിയുന്നില്ലേ? പണ്ടൊക്കെ വീട്ടിൽ നിന്നിറങ്ങി അങ്ങാടി വരെ പോയാൽ 5-6 വീടിൻ്റെ വരാന്തയിൽ കയറി മോരും വെള്ളവും കുടിച്ച് കുശലവും പറഞ്ഞ് എടാ പോടാ വാടാ പോടി എന്നൊരു വിളിയൊക്കെ വിളിച്ച് തോളത്ത് കൈയിട്ട് തലക്കെട്ടും കെട്ടി അങ്ങാടിക്ക് പോയി വേണ്ടി വന്നാലൊന്ന് മുറുക്കി തുപ്പി അവരൽപ്പം കള്ളമൊക്കെ കുടിച്ച് പാട്ടും പാടി തിരിച്ച് വീട്ടിലേക്ക് വന്ന ആ ഒരു പൂർവ്വകാലം. ഞാനതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വിചാരിക്കരുത് കേട്ടോ, പറഞ്ഞു പോയ പ്രാസത്തിൽ അങ്ങ് പറഞ്ഞതാ. ആ പൂർവ്വകാലം, ഒരു വീട്ടിലൊരാവശ്യം വന്നാൽ 100 വീട്ടുകാരൊപ്പമുണ്ടായിരുന്ന ഒരു കാലം ഓർമ്മയുണ്ടോ? എനിക്കൊരൊറ്റ പെങ്ങളേ ഉള്ളൂ. എന്നെക്കാൾ ഒത്തിരി പ്രായ കൂടുതലുണ്ട് എൻ്റെ പെങ്ങൾക്ക്. എൻ്റെ പെങ്ങളുടെ വിവാഹം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. ഞങ്ങൾ നാട്ടിൻപുറത്തുകാരല്ലേ. എൻ്റെ പെങ്ങളുടെ കല്യാണം വന്നപ്പോൾ അയൽവക്കത്തുള്ള 10-40 വീട്ടുകാർ ഇങ്ങോട്ട് വരിക. കോഴിപ്പൂവൻ, വാഴക്കൊല, ഡെസ്ക്, ബെഞ്ച്, ഒരു പാത്രം അരി, പിന്നെ പല വ്യഞ്ജനങ്ങൾ, ഇതെല്ലാം അവരാണ് കൊണ്ടുവന്നത്. അവരൊരുമിച്ച് കൂടി പാചകം ചെയ്തു, വിളമ്പിക്കഴിച്ചു, പാത്രം കഴുകി, പന്തലിട്ടു, പന്തൽ പൊളിച്ചു, കൊണ്ടുവന്നത് തിരിച്ചു കൊണ്ടുപോയി. ഞങ്ങളാരും ഒന്നും അറിഞ്ഞില്ല. കൂട്ടായ്മ, പങ്കുവയ്ക്കൽ. വേലികളുണ്ടായിരുന്നില്ല, മതിലുകളുണ്ടായിരുന്നില്ല, ബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും കല്യാണങ്ങൾ നടക്കാറുണ്ട്. ഉണ്ടോ? ഇല്ലേ? സോറി, നിങ്ങൾ പറഞ്ഞതാണ് സത്യം. ഇല്ല. ഇപ്പോ കല്യാണങ്ങൾ നടക്കാറില്ല. അതൊക്കെ നടന്ന് കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാ അപ്പനും അമ്മയും പോലും കാര്യം അറിയണതേ. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും വിചാരം എൻ്റെ മോളെ ഒന്ന് കെട്ടിക്കണമല്ലോ എന്നാ. കഴിഞ്ഞു മക്കളെ. കഴിഞ്ഞു. ഒരു കല്യാണം ആയിരുന്നെങ്കിൽ സഹിക്കായിരുന്നു. 3-4 എണ്ണം കഴിഞ്ഞു കാണും ചിലപ്പോ. ക്ഷമിക്കണോട്ടോ, എന്നോട് പറഞ്ഞു പോവുക. ഇപ്പോ കല്യാണങ്ങളെ നടക്കാറില്ല.
നടന്നാൽ ഓഡിറ്റോറിയങ്ങളിലാണ്. ആരും ആരോടും ഒന്നും മിണ്ടുന്നില്ല. കല്യാണം വിളിക്കാൻ വരുന്ന ആളോടൊരു ചോദ്യമുണ്ട്, എവിടെയാ പരിപാടി? നമുക്ക് ആകെ വേണ്ടത് ഉദരപൂരണമാണ്. നമ്മൾ ആരോടും ഒരക്ഷരം മിണ്ടുന്നില്ല. സമയമാകുമ്പോൾ ചെല്ലുന്നു, ഒത്തില്ലെങ്കിൽ കഴുകാതെ കയറിയിരിക്കുന്നു. ഇടം വലം നോക്കാതെ മുക്കുമുട്ട തിന്നുന്നു. നേരെ കൈ കഴുകാൻ ഒത്തങ്ങി കഴുകില്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കും. നാട്ടിലിപ്പോൾ അത് വളരെ പോപ്പുലറായി. നേരെ ഇറങ്ങിപ്പോകുന്നു. ബന്ധങ്ങളില്ല. ഉണ്ടോ? മതിലുകളാണ് ചുറ്റും, മതിലുകൾ. എല്ലായിടത്തും മതിലുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ആരുമായും സമ്പർക്കം ചെയ്യുന്നില്ല. ഈ നാട്ടിലൊക്കെ വീടുകളൊക്കെ ഓരോ വീടും ഇൻഡിപെൻഡൻ്റാണ്. പക്ഷേ കുഞ്ഞു മതിലുകളാ അല്ലേ? ആരും പൊളിക്കാറില്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ മതിലുകൾ നിൽക്കുന്നതേ. കേരളത്തിൽ ഇത്തരം മതിൽ പണിതാൽ തീ കത്തിക്കുന്ന നാട്ടുകാര്. ബന്ധങ്ങൾ ഉലഞ്ഞുപോയി. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വല്ലാതെ ഉലഞ്ഞുപോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഒരുപാട് അപ്പനമ്മമാർ കരയുകയാണ്, ചങ്ക് പൊട്ടി കരയുകയാണ്. അച്ഛൻ യാക്കോബായ സുറിയാനി സഭയിലെ ഏറ്റവും വലുതും പഴയതുമായ മിഷണറി പ്രസ്ഥാനമായ പൗരസ്ത്യ സുവിശേഷ സമാജത്തിലെ മിഷണറി പട്ടക്കാരനാണ്. ഞാൻ അച്ഛൻ ശുശ്രൂഷിക്കുന്ന പ്രസ്ഥാനത്തിൽ 2 അനാഥാലയങ്ങളുണ്ട്. ആൺകുട്ടികൾക്കൊന്ന്, പെൺകുട്ടികൾക്കൊന്ന്. ആൺകുട്ടികളുടെ അനാഥാലയത്തിൽ 60ഉം പെൺകുട്ടികളുടെ അനാഥാലയത്തിൽ 55ഉം പേരുണ്ട്. അപ്പനും അമ്മയും ഇല്ലാത്തവരുണ്ട്, അപ്പനോ അമ്മയോ ഉള്ളവരുണ്ട്, അപ്പനും അമ്മയും രോഗിയായവരുണ്ട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്, 5-6 മക്കളുണ്ടായിട്ട് അവർക്ക് ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാക്കിയ കുഞ്ഞുങ്ങളുമുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിൽ ഒരു വൃദ്ധ മന്ദിരമുണ്ട്. 17 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 8 പേരേ ഉള്ളൂ. അതിൽ 4 പേർ മനോരോഗികളാണ്. മക്കൾ വേണ്ടെന്ന് വച്ചവർ, തിരിഞ്ഞു നോക്കാത്തവർ, ആരും വന്നു കാണാൻ പോലും ഇല്ലാത്തവർ. അതിലൊരു ചേച്ചിയുടെ മനസ്സിൻ്റെ താളം തെറ്റി ഞാൻ പോരുന്നതിന് 4 ദിവസം മുമ്പ് മുതൽ അവർ ഭക്ഷണം കഴിക്കുന്നില്ല. 5 നാളായി ഞാൻ പോരുന്നതെന്ന്. മരിക്കട്ടെ, ഞാൻ അങ്ങ് മരിക്കട്ടെ, എന്നെ ആർക്കും വേണ്ട, ഞാൻ അങ്ങ് മരിക്കട്ടെ. വിളിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാരും പ്രതികരിക്കാൻ തയ്യാറായില്ല. നേരെ ആങ്ങളയോട് വിളിച്ചു പറഞ്ഞപ്പോൾ മറുപടി, ചത്തോട്ടെ, പട്ടിണി കിടന്ന് ചത്തോട്ടെ, ചാകുമ്പോഴെന്നെ വിളിച്ച് പറയണ്ട, പഞ്ചായത്ത് ശ്മശാനത്തിൽ കുഴിച്ചിട്ടെ, അതിന് ചിലവ് വല്ലതും വന്നെങ്കിൽ ഒരു ഫോൺ വിളിച്ചാൽ മതി, ഞാനങ്ങ് എത്തിച്ചേക്കാം. കൊണ്ടുവന്നാക്കിയ നേരെ അനുജത്തിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ മദ്രാസിലാണ്, എൻ്റെ കയ്യിൽ പണമില്ല, ചേച്ചിയെ പ്രാന്താശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണമെങ്കിൽ 10-20,000 രൂപ വേണം, ചത്താൽ എനിക്കൊരു വിഷമവുമില്ല, ചത്തെങ്കിൽ അങ്ങ് കുഴിച്ചിട്ടേര്. നൊമ്പരം ഒരുപാട് ഉള്ളിൽ തട്ടിപ്പോയി പ്രിയപ്പെട്ടവരെ. സത്യമായിട്ടും 2 ദിവസം ഉറക്കം നഷ്ടപ്പെട്ടു. ആ ചേച്ചി, ഞാനിപ്പോഴും ഓർക്കുന്നു ആ മുഖം, മേരി ചേച്ചി. ഇപ്പോഴെവിടെയാണോ ആവോ, ഞാൻ വിളിച്ചന്വേഷിച്ചില്ല. പരിമിതികളുണ്ടല്ലോ. ദൈവമക്കളെ, വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. വൃദ്ധസദനങ്ങളിൽ അന്തേവാസികളുടെ എണ്ണം വർദ്ധിക്കുന്നു. മഴ പെയ്യുമ്പോൾ കൂണ് മുളയ്ക്കുന്നത് പോലെ കേരള നാട്ടിലുടനീളം മുളച്ചു വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വൃദ്ധസദനങ്ങൾ. എന്തേ സംഗതി? മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടെന്ന് വന്നിരിക്കുന്നു. ചില മക്കളൊക്കെ പറയുന്നത്, കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ പറ അച്ഛാ, നിങ്ങൾ പ്രസ്ഥാനം തുടങ്ങ്, ലക്ഷങ്ങൾ തന്നേക്കാം, അപ്പനെ അമ്മേനെ ഒന്ന് നോക്കി തന്നാ മതി. നൊന്തുപെറ്റ അമ്മ, താലോലിച്ച് വളർത്തിയ അപ്പൻ. ഒരമ്മ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന നാളിൽ അവൾ അനുഭവിച്ച നൊമ്പരം ഏതെങ്കിലും മക്കൾ അറിയുന്നുണ്ടോ? എനിക്ക് എന്താ നിങ്ങൾ സമ്പാദിച്ചു വെച്ചത്, നിങ്ങളെ കൊണ്ട് എനിക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായതെന്ന് സ്വന്തം പെറ്റമ്മയോട് ചോദിക്കുന്ന മക്കളോട് മറുപടി, നിന്നെ പ്രസവിച്ചതിനേക്കാൾ വലിയ ഉപകാരം എന്താ നിന്റെ അമ്മ നിനക്ക് ചെയ്യേണ്ടത്? എന്തോരം വേദന തിന്നിട്ടായിരിക്കും, എന്തോരം സഹിച്ചിട്ടായിരിക്കും. ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയി ലോകം, എന്നിട്ടും മക്കളെ വളർത്തുന്നതിൻ്റെ നൊമ്പരം നെഞ്ചുപൊട്ടി അനുഭവിക്കുന്ന ദമ്പതിമാർ ഇവിടെ ഇരിപ്പില്ലേ? ഇല്ലേ? ഉറങ്ങാത്ത രാവുകൾ, കുഞ്ഞിന് സുഖമില്ല, കുഞ്ഞ് കിടക്കുന്നില്ല, തോളിലെടുത്തുകൊണ്ട് പകലെന്നെ മാറി മാറി കുഞ്ഞുങ്ങളെ ചുമലിലെന്തിക്കൊണ്ട് നടന്ന് താരാട്ടുപാടിയിട്ട് ഉറങ്ങാതെ വരുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിലിനൊപ്പം പൊട്ടിക്കരയുന്ന അമ്മമാർ ഇവിടെ ഇരിപ്പില്ലേ? ഈ കാലം ഇങ്ങനെ വളരുന്നതിന് മുമ്പ്, നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, നാട്ടും പുറത്ത് വെറും ഗ്രാമങ്ങളിൽ വൈദ്യുതിയോ ആശുപത്രിയോ ഇല്ലാത്ത കാലത്ത് നിന്നെയും എന്നെയും ചുമലിലിട്ട് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ അനേക ദിനരാത്രങ്ങൾ താരാട്ടുപാടി
കുഞ്ഞ് കരച്ചു നിർത്താതെ വന്നപ്പോ കുഞ്ഞിനേക്കാൾ ഉച്ചത്തിൽ അലറിക്കരഞ്ഞ അമ്മയുടെ നിലവിളി നിന്റെ കാതിൽ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടോ? നീ നിന്റെ അമ്മയുടെ മുഖം ഓർക്കുന്നുണ്ടോ? അവരുടെ ഉള്ളമൊന്ന് പിടഞ്ഞാൽ, കണ്ണൊന്ന് നിറഞ്ഞാൽ നിനക്ക് നോവുന്നില്ലേ? നോവുന്നില്ലെങ്കിൽ നീ അമ്മയെ മറന്നുപോയി, ബന്ധങ്ങളിലഞ്ഞുപോയി. ദൈവമക്കൾ നന്നായിട്ട് ചിന്തിക്കണം. ഭാരത സംസ്കാരത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു വ്യക്തിത്വമുണ്ട്, ശ്രീ ശങ്കരാചാര്യ ഗുരുക്കൾ. കേട്ടിട്ടുണ്ടോ? ആദിശങ്കരൻ കേട്ടിട്ടേയില്ല. കാര്യം 5-8 കൊല്ലം UK താമസിച്ചു എന്നോർത്ത് ഇത്ര വേണ്ടായിരുന്നു. കൂത്താട്ടുകുളത്താണ് അദ്ദേഹത്തിന്റെ ജന്മം. കാലടിയിലായിരുന്നു അമ്മ വീട്, കാശിയിലായിരുന്നു ജീവിതാവസാന കാലം. ബോധജ്ഞാനം കിട്ടിയ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ശ്രീ ശങ്കരാചാര്യ ഗുരുക്കൾ. 30ാമത്തെ വയസ്സിൽ സർവജ്ഞപീഠം കരേറിയ ആളാണ് ശ്രീ ശങ്കരാചാര്യ ഗുരുക്കൾ. 33ാമത്തെ വയസ്സിൽ സമാധിയായി. ത്രികാലജ്ഞാനം ഉണ്ടായിരുന്നുവെന്ന് ആരോ പറയുന്നു. ഞാനതങ്ങ് അംഗീകരിക്കാൻ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും മരണം അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. 33ാം വയസ്സിൽ മരിക്കുമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദിനം ഇരുന്ന് ചിന്തിച്ചു, ഞാൻ എന്തിന് അറിവ് നേടി? 30 വയസ്സിൽ സർവജ്ഞപീഠം കരേറി. ലോകത്തറിഞ്ഞുകൂടാത്തതൊന്നുമില്ല. ലോകത്തേതിനെക്കുറിച്ചും എന്തിനെക്കുറിച്ചും ആധികാരികമായ അഭിപ്രായം പറയാൻ താനിപ്പോൾ ജ്ഞാനം നേടിയിരിക്കുന്നു. പക്ഷേ 3 ആണ്ട് കഴിയുമ്പോൾ സമാധിയാകും. ഈ ലോകത്തിന് ഞാൻ എന്ത് ബാക്കി വെച്ചിട്ട് പോകും? എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഞാൻ എന്താണ് ബാക്കി വെച്ചിട്ട് പോവുക? ശങ്കരാചാര്യ ഗുരുക്കൾ ഇരുന്ന് ചിന്തിച്ചു, ഒരു പുസ്തകം എഴുതി വെച്ചിട്ട് പോകാം. ഏത് വിഷയത്തെക്കുറിച്ചായിരിക്കും ഞാൻ എഴുതുക? അദ്ദേഹം കാശിയിലെ പർണശാലയിൽ ഇരുന്ന് ആലോചിച്ചു. ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപത്തെക്കുറിച്ച് എഴുതാം. നാരായമെടുത്തു, ഓലയിൽ എഴുതി, ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപം അതെന്തായിരിക്കും? ചിന്തയായി. ശങ്കരാചാര്യർ 3-4 ദിനം ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു ബോധമുണ്ടായി. ഞാൻ ഈ ഭൂമിയിൽ ഉരുവായി തീർന്നതിൻ്റെ മൂലകാരണം എൻ്റെ പിതാവാണ്. ഞാൻ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം പിതൃഹത്യയാണ്. അച്ഛനെ കൊല്ലുക, അതിലും വലിയ പാപമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ആ നാരായമെടുത്ത് ആദ്യം എഴുതിയതിൻ്റെ കീഴെ എഴുതി, ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപം എന്നെഴുതിയതിൻ്റെ അടിയിൽ പിതൃഹത്യ. എന്നിട്ട് എവിടെ തുടങ്ങണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി. ശങ്കരാചാര്യ ഗുരുക്കൾക്ക് തെല്ല അഹങ്കാരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 30ാം വയസ്സിൽ സർവജ്ഞപീഠം കരേറിയതിൻ്റെ അഹന്ത. ഒരു പക്ഷേ 30ാം വയസ്സിൽ സർവജ്ഞപീഠം കരേറിയില്ലെങ്കിലും സർവകലാശാലയുടെ ഡിഗ്രി കിട്ടിയതിൻ്റെ അഹന്ത ഇവിടെ ചിലരുടെ മുഖത്തുണ്ട്. ക്ഷമിക്കണേ, ഞാനീ പറഞ്ഞ ക്ഷമയ്ക്കൊക്കെ ഒരുമിച്ച് അവസാനം ഞാൻ മറുപടി പറഞ്ഞോളാം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ചിലരുടെ ഇരിപ്പും ഭാവവും നടപ്പും നോട്ടവും ഒക്കെ കണ്ട ശങ്കരനേക്കാൾ വലിയ സർവജ്ഞാനിയാണ് ഞാനെന്നൊക്കെയാണ് ഭാവം. ഇരിക്കട്ടെ. ശങ്കരൻ അത് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചണ്ടാളൻ പർണശാലയ്ക്ക് മുമ്പിലേക്ക് വന്നു. ചണ്ടാളൻ എന്ന് വെച്ചാൽ ജനിച്ച ശേഷം കുളിച്ചിട്ടില്ല ഈ സാധനം. ഒരു കീഴ്ജാതിയിൽപ്പെട്ട ആളാണ്. നാറ്റംകാരനെ അടുക്കാൻ പാടില്ല. ശവക്കുഴി തുറന്നതുപോലുള്ള ദുർഗന്ധമാണ് അയാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇയാൾ വന്ന് ചുവന്ന് ചോര പോലിരിക്കുന്ന കണ്ണും നീട്ടി വളർത്തി ജട നിറഞ്ഞിരിക്കുന്ന താടിയും മീശയും കണ്ടാൽ ഭീതി തോന്നുന്ന ഭാവം. ഇയാൾ വന്നപാടെ ശങ്കരൻ എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റ തൊഴുതു. ആചാര്യ, അടിയൻ്റെ അതിഥിയായി വന്നതാണല്ലോ, ആഗതനായാലും തടുപ്പായി വിരിക്കാം, ഇരിക്കൂ. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. നീയാണോ ശങ്കരൻ, സർവജ്ഞാനിയായ ശങ്കരൻ? കടുത്ത ഭാഷയിൽ പരുപരുത്ത ശബ്ദത്തിലുള്ള ചോദ്യം. ഞാനാണ് ശങ്കരൻ. എന്താണ് അങ്ങേക്ക് വേണ്ടത്? നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ വന്നതാ. എന്തായാലും പറഞ്ഞോളൂ, എന്നാലാവുന്നത് എന്തും ഞാൻ ചെയ്യാം. നീ സർവജ്ഞാനിയല്ലേ? ഉവ്. നിനക്ക് അറിഞ്ഞുകൂടാത്തതൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ എൻ്റെ താടി ഒന്ന് വടിച്ചു തരണം. ചെയ്യാം. അതെ, ഈ ലോകത്ത് അമ്പട്ടന്മാരില്ലാഞ്ഞിട്ടല്ല ഞാൻ നിന്നെ തേടി വന്നത്. അവരാരും എൻ്റെ താടി വടിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നത്. വാക്ക് പറഞ്ഞാൽ മാറരുത്. ചെയ്യണം. ചെയ്യാം. ഒറ്റ കുഴപ്പമുണ്ട്, വെള്ളം തൊടരുത്.
എൻ്റെ ശരീരത്തിൽ വെള്ളം തൊടരുത്, തൊട്ടാൽ എനിക്ക് നിർദോഷം വരും. ലോകത്തുള്ള സർവ്വരോഗങ്ങളിൽ ഒന്നൊഴികെ എല്ലാം ഈ ശരീരത്തിൽ ഇന്നുണ്ട്. ആകെ ഇല്ലാത്തത് നിർദോഷമാണ്. അത് വരാതിരിക്കാനാണ് കുളിക്കാതെ നടക്കുന്നതേ. അതുകൊണ്ട് വെള്ളം തൊടാതെ തടി പഠിക്കണം. വാക്ക് പറഞ്ഞതല്ലേ, തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു, ഇരുന്ന് കൊടുത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ടത്തെ ബാർബർ ഷാപ്പിലൊരു തോൽവാറിൽ തേച്ച്, അഹങ്കാരം വേണ്ട കേട്ടോ, തോൽവാറിൽ തേച്ച് മിനുക്കിയ കത്തി കൊണ്ട് താടി വടിക്കുന്നത് ഓർമ്മയുണ്ടോ? ആ, അങ്ങനെ വഴിക്കുവാ. ശങ്കരനൊരു കത്തി എടുത്ത് തോൽവാറിൽ തേച്ച് നല്ലവണ്ണം മിനുസപ്പെടുത്തി കൊണ്ടുവന്ന് വടിക്കാൻ നോക്കുമ്പോഴേ മുറിയുന്നില്ല, ജട വളർന്നിരിക്കുകയല്ലേ. ശങ്കരൻ ആകെ കുഴഞ്ഞു. ശങ്കരൻ ചോദിച്ചു, ഞാൻ ഈ കത്തിമുനയിൽ അല്പം വെള്ളം പുരട്ടെ? എനിക്കറിയില്ല, എൻ്റെ ദേഹത്ത് വെള്ളം തൊട്ടാൽ എനിക്ക് അലർജി വരും, അത് സംഭവിക്കാൻ പാടില്ല. നിവൃത്തികേട് കൊണ്ട് കത്തിമുനയിൽ അല്പം വെള്ളം പുരട്ടിയ ശങ്കരൻ അത് താടിയോട് ചേർത്ത് വെച്ച നിമിഷം അയാളിൽ വെള്ളം തൊട്ടു, നിർദോഷമുണ്ടായി. അയാൾ 3 പ്രാവശ്യം ആഞ്ഞു തുമ്മി, മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും ചോര പുറത്ത് ചാടി. ശങ്കരൻ കിടുങ്ങിപ്പോയി. അമ്പരം നിന്ന ശങ്കരനോട് കുതിച്ചെഴുന്നേറ്റ ചണ്ടാളൻ ഒരൊറ്റ വാക്ക, ശപിക്കപ്പെട്ടവനെ, നീ ചെയ്യുന്നത് എന്തെന്ന് നീ അറിയുന്നില്ല, ഒരൊറ്റ പോക്ക് വെച്ചു കൊടുത്തു. ഒയ്യടാ, 30ാമത്തെ വയസ്സിൽ സർവജ്ഞ പീഠം കയറിയ മഹാജ്ഞാനിയായ മനുഷ്യനെ ചണ്ടാളൻ വിളിച്ചത് കേട്ടില്ലേ? ശപിക്കപ്പെട്ടവനെ. നമ്മളെ വല്ലവരെ അങ്ങനെ വിളിച്ചെങ്കിൽ ചണ്ടാളൻ അവിടെ നിന്ന് പോവോ? എപ്പോ കുഴി വെട്ടിന്ന് ചോദിച്ചാൽ മതി അല്ലേ? ശങ്കരൻ എഴുന്നേറ്റ് ഓടിച്ചെന്ന് നിലത്തോളം കുനിഞ്ഞ് സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് പറഞ്ഞു, എന്നെ വിട്ടു പോകരുത്, എന്നെ ശപിച്ചത് എന്തുകൊണ്ടാണെന്നൊന്ന് പറഞ്ഞിട്ട് പോകണം. ചണ്ടാളൻ അപ്പോൾ ഒന്ന് ചിരിച്ചു. അതെ, നീ സർവജ്ഞാനിയല്ലേ, ഒരു കുഴപ്പമുണ്ടല്ലോ. സർവജ്ഞാനി ഉപദേശിപ്പാനേ പാടുള്ളൂ, ഉപദേശം കേൾക്കാൻ പാടില്ല. ഉപദേശം കേട്ടാൽ ആ നിമിഷം നിന്റെ സർവജ്ഞപീഠം നഷ്ടപ്പെടും. എന്താ സർവജ്ഞപീഠം വേണ്ടെന്ന് വയ്ക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? അവിടെയാണ് അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതേ. ശങ്കരൻ തൊഴുത് അവിടെ നിന്നു. അപ്പോൾ സർവജ്ഞപീഠം പോകരുത്, ഉത്തരം കിട്ടുകയും വേണം. നടക്കില്ല. ശങ്കരൻ ശങ്കിച്ചു നിന്നിട്ട് ചോദിച്ചു, സർവജ്ഞപീഠം പോകാതെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ മാർഗമില്ലേ? ഉവല്ലോ. എന്താണ് മാർഗം? നീ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയോട് ചോദിക്കുക, അമ്മ പറഞ്ഞു തരും ഈ ചോദ്യത്തിന്റെ ഉത്തരം. എന്താണ് ശപിക്കപ്പെടാൻ കാരണം? കാശിയിൽ നിന്ന് കാലടി വരെ കാൽനടയായി നടന്നു ശങ്കരൻ. നമ്മളാണെങ്കിൽ ആ അറിവ് അങ്ങ് വേണ്ടെന്ന് വെക്കും. വന്നപ്പോഴമ്മയെ കണ്ടു. ഓടിച്ചെന്ന് നിലത്തോളം കുലിഞ്ഞ് അമ്മയുടെ പാദം ചുംബിച്ചു. ചണ്ടാളൻ വഴിക്ക് വെച്ച് അവനെ കണ്ടു. നീ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോട് കാര്യം പറയാൻ പറഞ്ഞു. അമ്മയോട് ഈ കാര്യം മൊത്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, പ്രശ്നം അത് തന്നെ, അമ്മയ്ക്ക് ഇതിൻ്റെ ഉത്തരം അറിയാം. പക്ഷെ അമ്മ ഉത്തരം പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. എന്താ അമ്മേ? നിന്റെ സർവജ്ഞപീഠം നഷ്ടപ്പെടും. ഉപദേശിക്കുന്നത് അമ്മയായാൽ പോലും സർവജ്ഞാനിയുടെ സർവജ്ഞപീഠം നഷ്ടപ്പെടും. അപ്പം എന്താ ചെയ്യുക? ശങ്കരൻ്റെ അഹന്ത കൊണ്ട് സർവജ്ഞപീഠം കളയാൻ തയ്യാറല്ല. അതുകൊണ്ട് തിരിച്ചു പോയേക്കാൻ തീരുമാനിച്ചു. നിരാശനായി തിരിച്ചു നടന്ന ശങ്കരൻ്റെ നേരെ കൺമുമ്പിൽ ചണ്ടാളൻ വന്നവിടെ നിന്നു. ചിരിയോടെ ശങ്കരൻ ശങ്കിച്ചങ്ങനെ നിൽക്കുമ്പോൾ, വീട്ടിൽ പോയോ? പോയി. അമ്മയെ കണ്ടോ? കണ്ടു. ഉത്തരം കിട്ടിയോ? ഇല്ല. എന്തേ ഉത്തരം കിട്ടിയില്ല? മൗനം. അമ്മ ഉത്തരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞില്ലേ, അഹങ്കാരി. അതാണ് സത്യം. ഉത്തരം അറിയണ്ടേ? അറിയണം. ഞാനങ്ങ് പറഞ്ഞാൽ അയ്യോ സർവജ്ഞപീഠം. ചിലർക്ക് ഈ കസേര ഒന്ന് കിട്ടിയാൽ പിന്നെ അവിടെ നിന്ന് താഴെ ഇറങ്ങാന്ന് പറഞ്ഞാൽ എന്ത് പ്രയാസമാണ്. മരിക്കുക എന്ന് വെച്ചാലും അത് കളയാൻ നമ്മളാരും തയ്യാറാവില്ല. ഒടുവിൽ ചണ്ടാളൻ പറഞ്ഞു, സർവജ്ഞപീഠം പോകാതെ ഇതിന് ഉത്തരം കിട്ടാൻ ഒരു ഉപായം പറയാം. എന്താണ്? നീ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അമ്മയെ കാണുന്ന പാടെ അമ്മയോട് പറയണം, അമ്മേ, ഞാൻ നിന്നെ എടുക്കാൻ പോവുക. അമ്മ എതിര് പറയില്ല, എടുത്തോണം, എടുത്ത് ചുമലിൽ വെച്ചോണം. പക്ഷെ ഒരൊറ്റ വാക്ക്, മരിക്കും വരെ നിന്റെ അമ്മയെ മണ്ണിൽ തൊടുവിക്കരുത്. ചുമന്നുകൊണ്ട് നടന്നോണം. അപ്പം നിനക്ക് ഉത്തരം കിട്ടും, എന്താണ് നീ ശപിക്കപ്പെടാൻ കാരണമെന്ന്. തിരിച്ചങ്ങോട്ട് പോയി വീട്ടിലോട്ട്. അമ്മയെ കണ്ടപാടെ പറഞ്ഞു, അമ്മേ, ഞാൻ നിന്നെ അങ്ങ് എടുക്കാൻ പോവുക. മോനെ, നീ എന്നെ അങ്ങ് എടുത്തോളാൻ പറഞ്ഞു അമ്മ. അമ്മയെ എടുത്ത് ചുമലിൽ വെച്ചു. ഒന്നാന്തരം മീനമാസം. മീനസൂര്യനെങ്ങ് നിന്ന് കത്തിയാളുകയാണ്. ശങ്കരൻ ചിന്തിച്ചു, അമ്മയെ ചുവന്നുകൊണ്ട് കാലടിയിൽ ഇരുന്നിട്ട് എന്താ കാര്യം? കാശിക്ക് പോ. അമ്മയെ ചുവന്നുകൊണ്ട് നടക്കുക.
രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ നടപ്പ് തുടങ്ങിയതാ. ഉച്ചയായി. കൃത്യമായി പറഞ്ഞാൽ പൂർവാഹനം പടിയിറങ്ങി, മധ്യാഹനം പടിയിറങ്ങി, സായാഹനവും പടിയിറങ്ങി. സൂര്യശോഭ പടിഞ്ഞാറേ ചക്രവാളത്തിൽ ഊളിയിട്ടിറങ്ങുമ്പോൾ ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ കീഴിലെത്തി ശങ്കരൻ. പെട്ടെന്നൊരാലസ്യം, ഇരിക്കണമെന്നൊരു തോന്നൽ. ഇരുന്നപ്പോൾ ഭയങ്കര പ്രശ്നം, കിടക്കണം. പക്ഷേ അതിലും വലിയ പ്രശ്നം, അമ്മയെ മണ്ണിൽ തൊടുവിച്ചുകൂടാ. ശങ്കരൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എന്താ മോനെ? അല്പനേരം അമ്മ എൻ്റെ നെഞ്ചിലൊന്നിരിക്കാമോ? ഞാനൊന്ന് കിടക്കട്ടെ. ഓ, ഇരിക്കാലോ. ഒരു പ്രായമുള്ള സ്ത്രീയെ നെഞ്ചിലിരുത്തിക്കൊണ്ട് ഒരാൾക്ക് കിടക്കാൻ പറ്റുമോ? പക്ഷേ ശങ്കരൻ കിടക്കാൻ തയ്യാറായി. അമ്മ നെഞ്ചിലിരിക്കുമ്പോൾ മലർന്നങ്ങ് കിടന്ന് ശങ്കരൻ ആലസ്യത്തിൽ മുഴുകി. അപ്പോൾ ഒരശരീരി, ശങ്കര, പ്രഭാതം മുതൽ പ്രദോഷം വരെ അമ്മയെ ചുമന്ന് വിഷണ്ണനായി നീ ഇപ്പോൾ വിശ്രമിക്കുകയാണല്ലേ? ശങ്കര, ഈ നിന്റെ അമ്മ അവളുടെ ഉദരത്തിൽ നിന്നെ പേറിക്കൊണ്ട് ഒരു പടിവാതിൽ കവച്ച് കടക്കും നേരം അവൾ അനുഭവിച്ച നൊമ്പരത്തിൻ്റെ 1000-ലൊരംശം പോലും ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ അമ്മയെ ചുമന്ന് നീ അറിഞ്ഞിട്ടില്ല. നിനക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? പിതൃഹത്യയല്ല, മാതൃഹത്യയാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപം. അവൻ കുതിച്ചെഴുന്നേറ്റു, അമ്മയുടെ പാദം ചുംബിച്ചിട്ട് പറഞ്ഞു, അമ്മേ മാപ്പ്. ശങ്കരൻ തിരുത്തി എഴുതി, ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപം മാതൃഹത്യ. ഒരമ്മ, അമ്മ തിന്നുന്ന വേദന, അമ്മ കൊടുക്കുന്ന സ്നേഹം, അമ്മ സഹിക്കുന്ന സഹനം, അമ്മ കൊടുക്കുന്ന വാത്സല്യം, എന്തോരം മുറിവേറ്റാലും എന്തോരം കരഞ്ഞാലും എല്ലാം പൊറുക്കുന്നവളാണ് അമ്മ. ദൈവം എന്ന പദം കഴിഞ്ഞാൽ ലോകത്ത് പൂർണ്ണതയുള്ളൊരു വാക്കുണ്ട്, അമ്മ. സ്വന്തം പെറ്റമ്മയോടുള്ള ബന്ധം എങ്ങനെയാ മക്കളെ? അമ്മ കരയാറുണ്ടോ? ഫോൺ വിളിക്കാൻ നിനക്ക് നേരം കിട്ടാറുണ്ടോ? അമ്മയുടെ വിശേഷം നീ തേടാറുണ്ടോ? നിന്റെ അമ്മ പരാതി പറയാറുണ്ടോ? നിന്റെ അമ്മയെ നിന്റെ ചാരത്ത് നിർത്താൻ നിനക്കായിട്ടുണ്ടോ? നീ ഇന്ന് ഊറ്റമുള്ള പുരുഷനാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള മകളാണ്. പക്ഷേ നിന്റെ അമ്മ നിന്നെ പോറ്റിയ കാലം മറക്കരുത്. ബന്ധങ്ങൾ ഉലഞ്ഞു പോയിരിക്കുന്നു, വല്ലാതെ. അല്പമായിട്ടല്ല, വളരെ ആഴമായി ഉലഞ്ഞു പോയിരിക്കുന്നു. വളർത്തുന്ന അപ്പനും ജനിപ്പിച്ച അപ്പനും നൊന്തുപറ്റ അമ്മയും ഇന്ന് മക്കൾക്കൊരധിക പറ്റായെങ്കിൽ ഉലഞ്ഞുപോയി ധാർമ്മിക ബന്ധങ്ങൾ. ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ അനാഥാലയങ്ങളിലാണ് മക്കളെ. മാതാപിതാക്കളെ അവിടെ ഒഴിവാക്കിയിട്ട് മക്കൾ കുടുംബമായി ആനന്ദിച്ചാർത്ത് സുഖിച്ച് പുളച്ച് ജീവിക്കുക. കണക്ക് ചോദിക്കുന്ന ഒരു കാലം വരുമെന്ന് മറക്കണ്ട. ഇവിടെയാണ് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലത വെളിപ്പെടുന്നത്. ഒരു വൃദ്ധമന്ദിരത്തിൽ വെച്ചൊരപ്പച്ചനെ കണ്ടത് ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. തുടുത്തിരിക്കുന്നൊരപ്പച്ചൻ, തൊട്ടാൽ ചോര പൊടിയുന്ന നല്ല കുലീനുത്വമുള്ളൊരപ്പച്ചൻ. ഞാൻ ആ അപ്പച്ചനെ കണ്ടപ്പോൾ ഓർത്തു, ഇത് സാധാരണ കുടുംബത്തിലെ ആളല്ല, ആള് വലിയ വലിയ എന്താ പറയുക, ഇത്തിരി ഗ്രേഡ് കൂടിയ സാധനമാണ്. ഇതെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടാവോ? ശരിക്കും ഒരു അനാഥാലയമാണ് ആ വൃദ്ധമന്ദിരം. ഞാൻ പതുക്കെ അടുത്തുകൂടി. വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പച്ച, അപ്പച്ചൻ്റെ വീട് എവിടെയാ? ഇത്തിരി തെക്ക. അപ്പച്ച, അപ്പച്ചനെ കണ്ടിട്ടൊരു കുലീന കുടുംബത്തിലെ ആളെ പോലെ ഇരിക്കുന്നു. ഞാൻ കുലീനനാ. അല്ല, ഇവിടെ ഈ വൃദ്ധമന്ദിരത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ വാർദ്ധക്യം ചെലവഴിക്കാൻ ഞാനൊന്ന് വിശ്രമിക്കാൻ പോന്നതാണ് അച്ഛാ. വയസ്സ് എത്രയായി? 78. നല്ല സുന്ദരനായിട്ടിരിക്കുന്നുണ്ടല്ലോ. സൗന്ദര്യം പണ്ടും കുറവൊന്നുമില്ല അച്ഛാ. അപ്പച്ചനും മക്കളില്ലേ? മൗനം. കുടുംബമില്ലേ? മൗനം. ഞാൻ ഈ മനുഷ്യൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കാനുള്ള ശ്രമത്തിലാണല്ലോ അല്ലേ? മക്കളുമുണ്ട്, കുടുംബവുമുണ്ട്. പക്ഷേ ഇവിടെ വന്നു പെടേണ്ടി വന്നതിൻ്റെ നൊമ്പരമല്ലേ ഒളിച്ചു വയ്ക്കുന്നത്? പൊട്ടി ഒഴുകിയ കണ്ണുകൾ, ചോരത്തുള്ളികൾ പോലെ. അച്ഛൻ ഇത്രയും പറഞ്ഞില്ലേ, ഇനി ഞാൻ എല്ലാം പറയാം, ഇരിക്കേ. അച്ഛനറിയോ, ഞാൻ 4 മക്കളുടെ അപ്പനാ. 3 ആണും 1 പെണ്ണും. കാടിവെള്ളം കുടിച്ച് വയറു വരിഞ്ഞു കെട്ടി പറമ്പിലും പാടത്തും പകലും രാത്രിയും പണിയെടുത്തു ഞാൻ എൻ്റെ മക്കളെ വളർത്താൻ. അച്ഛനറിയുമോ, ഞാൻ 7 ക്ലാസ് പഠിച്ചിട്ടുള്ളത്. എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ
എൻ്റെ നാട്ടിൽ എൻ്റെ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുത്തത്. അതിനു വേണ്ടി ഞാൻ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് അച്ഛാ, ഒരുപാട്. അതിനുള്ള നന്മയും കിട്ടി. എൻ്റെ 3 ആൺമക്കളും അവരുടെ കുടുംബങ്ങളും ഇന്ന് അമേരിക്കയിലാണ്. എൻ്റെ ഒരു മകളും അവളുടെ ഭർത്താവും മക്കളും കുവൈറ്റിലാണ്. അച്ചോ, ഞാനിവിടെ പ്രഥമ നിരത്തിലും. എൻ്റെ ഭാര്യ ഭാഗ്യവതിയാണ് അച്ചോ. 52-ാമത്തെ വയസ്സിൽ നടന്നു പോണ പോക്കിൽ കാർഡിയാക് അറസ്റ്റായിരുന്നു. വീണു, പിന്നെ എണീറ്റില്ല. ഒന്നും സഹിക്കേണ്ടി വന്നില്ല. പാവം, അവൾ പോയി. ഞാനിവിടെ ഇപ്പോൾ 9 വർഷമായി. അപ്പച്ച മക്കള് മക്കൾ നോക്കും അച്ഛാ. മക്കളൊരു ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ, അപ്പച്ചൻ കഷ്ടപ്പെട്ട് പണിത വീടായത്. ഈ വീട് പണിതിട്ട് കൊല്ലം 35-40 എന്നാ തലേ വീണെന്നറിയില്ല. ഒരു ദിവസം അമേരിക്കയിലിരുന്ന് നിങ്ങൾ കേൾക്കും, വീടിടിഞ്ഞ് വീട് വൃദ്ധൻ മരിച്ചു എന്ന വാർത്ത. പിന്നെ അനുശോചനം പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. അല്ലപ്പച്ച, ഈ പ്രാവശ്യം ഞങ്ങൾ വീട് പണിയാനുള്ള പ്ലാനായിട്ടാണ് വന്നത്. മക്കൾ 3 പേരും കൂടെ ഒരു കൊട്ടാരം പണിതച്ചാ. അച്ഛൻ വിശ്വസിക്കുമോ? 3 നില, 28 മുറി. എൻ്റെ മക്കളതിനൊരു പേരിട്ടു, കൃപാലയം. ഞാൻ ആ വീടിനൊരു പേരിട്ടു, ഭാർഗവീ നിലയം. അച്ഛനറിയോ, അതിനകത്ത് കയറി നിന്നിട്ട് അലോന്ന് വെച്ചാൽ 28 പ്രാവശ്യം ലോ 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 എന്ന് കേൾക്കും. പേടിച്ചിട്ട് അതിനകത്ത് കിടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ, അപ്പച്ചന് ഇതിനകത്ത് ഒറ്റയ്ക്ക് കിടന്നാ ഏത് മുറിയിൽ നിന്ന് ഏത് മുറിയിലേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു ലോകം. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇതിനകത്ത് കിടക്കാൻ പേടിയാവും. ഉടനെ 2ാമത്തെ മോൻ്റെ ഭാര്യ പറഞ്ഞു, അപ്പച്ചൻ പേടിക്കണ്ട, അപ്പച്ചന് പറ്റിയൊരു കമ്പനി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ആരാത്? അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റിയ നല്ല വേലക്കാരെങ്കിലും ആയിരിക്കുന്നു. അവളുടെ കയ്യിലിരുന്ന റിമോട്ടിൽ അവൾ ഞെക്കിയപ്പോൾ ചുവന്ന നിറമുള്ള കാറിൻ്റെ ഡിക്കി ഭൂം അങ്ങോട്ട് പൊങ്ങി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛ, എൻ്റെ കഴുത്തിന് പൊക്കമുള്ളൊരു അൽസേഷൻ പട്ടി ഒട്ടുത്തുറോ ഒറ്റച്ചാട്ട. 70 വയസ്സുള്ള അപ്പന് കൂട്ട്. അന്ന് അപ്പന് 70 അന്ന് 62 ഉള്ളൂ. ഈ പട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പേടിച്ച് ചുരുണ്ട് കൂടിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ഈ സാധനമാണോ നീ എനിക്ക് കൂട്ട് കൊണ്ടുവന്നേ? കൈസർ, ദിസ് ഈസ് അവർ ഡാഡ്. പട്ടി അപ്പച്ചനങ്ങ് ചുറ്റാൻ തുടങ്ങി. അപ്പച്ച പേടിക്കണ്ട, അവൻ നല്ല മിടുക്കനാ, അപ്പച്ചനോട് നന്നായിട്ട് ഇണങ്ങിക്കോളും, ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് അവനെ. എടി കൊച്ചെ, നിനക്ക് ഇതിനെ മലയാളം പഠിപ്പിക്കാൻ മേലായിരുന്നോ? നിന്റെ ഇംഗ്ലീഷ് എനിക്ക് അറിയുമോ? അപ്പച്ച അവന് മലയാളം അറിയാം. അപ്പച്ചൻ വിളിച്ചു നോക്കിയേ, മോനെ കൈസറേ. ആ പട്ടി വിളി കേട്ടു വച്ചാ. എൻ്റെ അടുത്തേക്ക് വന്നവൻ എൻ്റെ കയ്യിലും കാലിലും ഒരുമി. എനിക്കാണെങ്കിൽ പണ്ടേ മൃഗങ്ങളോട് വലിയ ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ അവനെ കൊണ്ടുപോയി. അച്ഛനറിയോ, പട്ടിക്ക് സ്വന്തമായിട്ടൊരു മുറി, കിടക്കാൻ, കുളിപ്പിക്കാനും തീറ്റ കൊടുക്കാനും 2 ആള്. എനിക്കൊരു വേലക്കാരൻ, പട്ടിക്ക് 2 വേലക്കാരൻ. ആഘോഷമായ ജീവിതം. പക്ഷേ അവൻ ഒരു പ്രത്യേക ജന്മമായിരുന്നു അച്ചോ. ആദ്യത്തെ ദിവസം അവൻ്റെ മുറിയൊക്കെ റെഡിയാക്കി വേലക്കാരൻ അവനെ കിടക്കേണ്ട നേരമായപ്പോൾ അവൻ ആ ഷീറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക കനമുള്ളൊരു ഷീറ്റാണ് വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു എൻ്റെ മുറിയിൽ. മോനെ കൈസറേ, അതല്ലേ നിൻ്റെ മുറി? നീ അവിടെയല്ലേ കിടക്കേണ്ടത്, ഇതെൻ്റെ മുറിയല്ലേ? ജീവൻ പോകാന്ന് വെച്ചാൽ ഈ പട്ടി പോവില്ല. ഞാൻ പറഞ്ഞു, നീ അവിടെ കിടന്നോ, എൻ്റെ കാട്ടിൽ, എൻ്റെ കീഴെ കാൽച്ചോട്ടിൽ അവിടെ കിടാം. ഞാൻ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു കിടന്ന എണീറ്റങ്ങ് ഇരുന്നേച്ച് ചോദിക്കും, എന്തിയെന്ന്. വർത്താനം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അച്ഛാ. അത് പട്ടിയാന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റണില്ല. എന്തൊരു കാര്യം അന്വേഷണ. മൂത്രം ഒഴിക്കാൻ പോയാൽ അവൻ ആ വാതയ്ക്ക് വന്ന് അവിടെ ഇരിക്കും. മോനെ കൈസറി, ഞാനൊന്നും മൂത്രം ഒഴിക്കാൻ പോയതല്ലേ, നിനക്കെന്താ കിടന്നുറങ്ങിയാൽ? അവനൊന്നും മിണ്ടൂല. ഞാൻ വന്ന് കിടന്നാലും കൂർക്കം വലിക്കണം, ഒച്ച കേൾക്കണം, അവൻ തല താഴ്ത്തിറങ്ങി. അതുവരെ ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഞാൻ അന്നേരം അവനെ ഉറക്കാൻ വേണ്ടി കള്ളക്കൂർക്കം വലിക്കും. അച്ഛനറിയോ, 8 കൊല്ലം ഞാനും എൻ്റെ പട്ടിയും എല്ലാം മറന്ന് ആനന്ദമായിട്ട് ജീവിച്ചു ആ വീട്ടിൽ. ഞാനും വെളുത്ത് അവൻ എഴുന്നേറ്റ് നിന്ന് തന്നെ ഓടാമ്പൽ അടിച്ച് തുറന്നിട്ട് പത്രം പോയി കടിച്ചെടുത്ത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് കുറച്ച് നേരം നോക്കും. ഞാൻ അവനെ കളിപ്പിക്കാൻ വേണ്ടി കണ്ണടച്ച് കിടക്കും. കുറച്ചു നേരമായിട്ട് ഞാൻ എഴുന്നേറ്റില്ലെന്ന് കണ്ട ആ പത്രം എൻ്റെ മൂക്കിൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചിട്ട് മോനെ കൈസറേന്ന് വിളിക്കുമ്പോൾ അവനൊരു ചിരി വാസാക്കച്ചാ. അച്ഛനറിയോ, 8 കൊല്ലം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ഞാൻ ഉറക്കം തെളിയുമ്പോൾ വാതിൽ തുറന്നിട്ടില്ല, പത്രം കൊണ്ടുവന്നിട്ടില്ല, കൈസർ ഒരേ കിടപ്പ. മോനെ
മിണ്ടുന്നില്ല. കൈസർ മിണ്ടുന്നില്ല. കുട്ടാ മിണ്ടുന്നില്ല. എൻ്റെ അച്ഛൻ ഞാൻ ചാടി എഴുന്നേറ്റ് കുലുക്കി വിളിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കൈസർ മരിച്ചു പോയിരിക്കുന്നു. അച്ഛനറിയോ, ഞാൻ അലമുറയിട്ട് കരഞ്ഞു. എല്ലാ പ്രിയപ്പെട്ടവരെയും വിളിച്ചു വരുത്തി. വീടിൻ്റെ മുറ്റത്തൊരു കുഴി മാന്തി കൈസറിനെ അവിടെ അടക്കം ചെയ്തിട്ട് ആ മുറ്റത്ത് കസേരയിട്ട് 3 രാവും 3 പകലും മഞ്ഞും വെയിലും കൊണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞു വച്ചാ ഞാൻ. എൻ്റെ കൈസർ അത്രയും എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. അതേ ശ്വാസത്തിൽ അപ്പച്ചൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എൻ്റെ 3 മക്കളും മരിച്ച് 3 ശവപ്പെട്ടി കൊണ്ടെന്ന് വെച്ചാ ഒരു തുള്ളി കണ്ണീരി കണ്ണീന്ന് വീഴൂല്ല ചോ. അതും കഴിഞ്ഞപ്പോഴാ ഞാനിവിടെ ഉപേക്ഷിക്കപ്പെട്ടത്. പട്ടി പോലും നോക്കാനില്ലാണ്ട് വന്നപ്പോഴാ ഞാൻ ഇവിടെ വന്നത്. കഞ്ഞി കിട്ടണ്ടച്ചോ, പിന്നെ പ്രാർത്ഥനയുണ്ട് രാവിലെ വൈകുന്നേരവും. സമാധാനം പണ്ടേ ഇല്ലല്ലോ, അതിപ്പോഴും ഇല്ല. എന്നാലും സുരക്ഷിതത്വമുണ്ട്, മിണ്ടാനും പറയാൻ ആളുണ്ട്. സന്തോഷമായി അച്ചോ. ഇതിങ്ങനെ പറയുമ്പോൾ ആ വൃദ്ധന്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയത് കണ്ണുനീർത്തുള്ളികളല്ലെന്ന്, ചോരത്തുള്ളികളായിരുന്നെന്ന് ഇത് അച്ഛൻ പറയുമ്പോ ഉലഞ്ഞുപോയ ബന്ധങ്ങളുടെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാകുമോ? കുടുംബ ബന്ധങ്ങളുടെ ആഴം, മാതാപിതാക്കളുടെ നമ്പരം നിങ്ങൾക്ക് പിടികിട്ടുമോ? ഒരു ദിവസം തൃശ്ശൂർ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചിട്ട് രാത്രി 12:30 ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ലൈറ്റൊന്നും കിടത്തിയിട്ടില്ല, വാതിൽ തുറന്ന് കിടക്കുക. നടുങ്ങിപ്പോയി. 5-6 കൊല്ലം മുമ്പാ. പാഞ്ഞു കയറി ചെല്ലുമ്പോൾ വരാന്തയിൽ 2 പേരിയ്ക്കുന്നു. ആരാന്ന് ചോദിച്ചു. ഉടനെ ചാടി വന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഭാര്യയുമാ. എന്താടാ? ഒന്നുമില്ല അച്ഛാ, ഒരു വല്ലാത്ത പ്രമാദമായ കേസുമായിട്ട് വന്നതാ. എന്താ പ്രശ്നം? എൻ്റെ വീടിന് മുമ്പിലുള്ള കുളത്തിൽ ഒരു തള്ള ചാടി ചാവാൻ നോക്കി. ഞാനതിനെ വലിച്ചു കയറ്റിയപ്പോൾ അത് പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുക. അതിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് പിടികിട്ടില്ല. അപ്പോഴാണ് അച്ഛനെ ഓർത്തത്, ഒരു കൗൺസിലിംഗ് നടത്താമെന്ന് ഓർത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മായി പറഞ്ഞു അച്ഛൻ തൃശ്ശൂരാ, രാത്രി വരുള്ളൂ. രാത്രി എങ്കിൽ രാത്രി അച്ഛനെ കണ്ടിട്ട് പോകണുള്ളൂ എന്ന് വെച്ചു. ഞാൻ ഈ അമ്മച്ചിയെ പോയി കണ്ടു. അമ്മച്ചി എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അമ്മച്ചി വീട് എവിടെയാ? സ്ഥലം പറഞ്ഞു. എന്താ, എന്തിനാ മരിക്കാൻ നോക്കിയേ? ജീവിക്കണ്ടെന്ന് തോന്നിയിട്ട്. അതെന്താ കാര്യം? അച്ഛൻ അറിയോ? ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, അമ്മച്ചിക്ക് ഊണ് കൊടുത്തില്ലേ? നീ എന്താ സങ്കടപ്പെട്ട് പറയണത്? കൊടുത്തില്ലേ? ഉവ്വ. എന്തു പറ്റി? ഈ വീട്ടിൽപ്പെട്ട എല്ലാവർക്കും ഉള്ള ആഹാരം മൊത്തം കൊടുത്തിട്ടും അമ്മച്ചിക്ക് നിറഞ്ഞില്ല. അതിൻ്റെ വയറ് നിറയ്ക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം കൊണ്ടാണ് എൻ്റെ ഭാര്യ സങ്കടപ്പെട്ട് നിൽക്കുന്നത്. എന്നിട്ട് വേറെ ആഹാരം ഉണ്ടാക്കി, എന്നിട്ട് പിന്നെയും കൊടുത്തു. ഒരുവിധം പാകപ്പെട്ടിരിക്കുക. അമ്മച്ചി എന്താ ഉണ്ടായേ? ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ 3ാമത്തെ മോൻ്റെ വീട്ടിലേക്ക് ചെന്നു വെച്ചാ അപ്പം നെയ്യപ്പം ചുട്ടുകൊണ്ടിരിക്കുക മോള്. ഇതിന് മധുരം ഉണ്ടോ നോക്കട്ടെ മോളെ എന്നും പറഞ്ഞ് ഞാനൊരു നെയ്യപ്പം എടുത്തിട്ട് ഓടിച്ചുകൊള്ളു വെച്ചാ വയൽ വെച്ചില്ല. ആ വെളിച്ചെണ്ണ കിടന്ന ഇരുമ്പ് കയ്യിലും കൊണ്ട് ഒറ്റയടി അച്ഛ എൻ്റെ കവിളത്ത്. ഞാൻ അപ്പോഴാണ് നോക്കിയത്, ഒരു കവിള് പറഞ്ഞു തൂങ്ങിക്കിടക്കുക, പൊള്ളി തിണർത്ത്. എന്നിട്ട് അവൾ എന്നെ അടിവയറ്റി ചവിട്ടി മുറ്റത്തേക്കിട്ടു. എൻ്റെ മോൻ, ഞാൻ പ്രസവിച്ച മോൻ നോക്കി നിൽക്കുക. പൊന്നു മോനെ, നീ കണ്ടില്ലേടാ, നിന്നെ പ്രസവിച്ച അമ്മയല്ലേടാ, നിന്നെ ചുവന്ന വയറ്റിലല്ലേടാ ചവിട്ടിയെ, നീ എന്താടാ മിണ്ടാത്തെ? മര്യാദയ്ക്ക് എണിച്ചു പോയില്ലെങ്കിൽ ബാക്കി ചവിട്ട എൻ്റെ വകയായിരിക്കും. എൻ്റെ അച്ഛാ, ഒരുവിധം എഴുന്നേറ്റ് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അടുത്ത വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ആ 5 വീടിൻ്റെയും ഗേറ്റ് അടച്ച് പട്ടീനെ അഴിച്ചു വിട്ടു. പോകാൻ സ്ഥലമില്ല, ഒരു മക്കൾക്കും വേണ്ട. എന്നാൽ ചത്തേക്കാന്നോർത്ത് കുളത്തി ചാടിയപ്പോൾ ഈ ചെറുക്കൻ ചാവാനും സമ്മതിക്കില്ല. ഞാൻ എങ്ങനെ പോണ്ടേ? അച്ഛൻ പറ. ഇപ്പം എൻ്റെ കയ്യിൽ 40,000 രൂപയുണ്ട്, ഞാൻ അച്ഛന് തരാം. എന്നെ ഏതെങ്കിലും വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുവന്നാക്കുവോ? സമയം രാത്രി 1 മണിയായി. ഒരമ്മ, ബന്ധങ്ങൾ ഉലഞ്ഞുപോയ കാലം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇത്രയും ശിഥിലമായ ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. നിങ്ങളുടെ പേരൻസുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? അവരുടെ മനസ്സ് സ്വസ്ഥമാണോ? അവർ ഉറങ്ങാറുണ്ടോ? അവരുടെ ആവലാതികൾക്ക് അറുതി വന്നിട്ടുണ്ടോ? ആശങ്കകൾ എങ്ങനെയാണ്? വിവേകത്തോടെ ചിന്തിച്ചാട്ടെ. ഭാര്യാഭർത്തൃബന്ധം ഉലഞ്ഞു പോയൊരു കാലമാണിത്. ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബജീവിതമില്ല.
ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കാറ് പോലുമില്ല, തമ്മിൽ കാണുന്നത് പോലും വിരളം. പല വീട്ടിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണം മൂളലും മുരങ്ങലും മാത്രമാണ്. ചില സ്ത്രീകളാകെ ഭർത്താവിനോട് സംസാരിക്കുന്നത് ആ ആ ഇവിടെ ഇരിപ്പുണ്ട്. ഈ വർഗത്തിൽപ്പെട്ട 24 പെരും കള്ളികൾ ഇതിനകത്തിരിപ്പുണ്ട്. ഇപ്പോ ഭർത്താക്കന്മാര് ഭാര്യയോട് സംസാരിക്കുന്നത് എങ്ങനെയാ? ഓ ഓ 18 ഉണ്ട് ഇതിനകത്തുണ്ട്. ഇപ്പോ ജീവിക്കണോ? കുടുംബജീവിതമാണോ? ബന്ധങ്ങളുണ്ടോ? ഉണ്ടോ? നോ. ഉലഞ്ഞു പോയി ബന്ധങ്ങൾ. ചില സ്ത്രീകളിരുന്ന് ഒരു ദിവസം 100 പ്രാവശ്യം പറയും, എന്തോരം ആണുങ്ങളുണ്ടായിരുന്നു ലോകത്ത്, എന്തോരം ആണുങ്ങളുണ്ടായിരുന്നു ലോകത്ത്. ഈ കാലമാടൻ, ഈ ദുഷ്ടൻ, ഈ പിശാചി ബാധിതൻ, ഈ മദ്യപാനി, ഈ അഹങ്കാരി, ഇത് ഞാനെ കൊണ്ട് എന്നെ കെട്ടിച്ചില്ലേ. എൻ്റെ അപ്പൻ എന്നെ അങ്ങ് കൊല്ലാൻ പാടില്ലായിരുന്നു. വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങോട്ടും വിളിക്കില്ല. വിളിച്ച അപ്പ തന്നെ ചീറാൻ തുടങ്ങും. എന്നെ എന്തിനാ കൊല്ലാൻ കൊടുത്തേ? ഈ പിശാചി ബാധിതൻ. അത്തരം കുറേ എണ്ണമുണ്ട് ഇവിടെ. ഭർത്താക്കന്മാരിരുന്ന് ചിന്തിക്കും, എന്തോരം പെണ്ണുങ്ങളുണ്ടായിരുന്നു ദൈവമേ ലോകത്ത്. ഈ കുരിശി തന്നെ നീ എന്നെ തറച്ചില്ലേ. കാര്യം കല്യാണം കഴിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മണവാള നിന്റെ തലയിൽ ഇന്ന് ഒരു മുൾക്കിരീടം വെച്ച് തരികയാണ്. മരിക്കും വരെ അത് നിനക്ക് വേദനയായിരിക്കും, നീ അത് സഹിച്ചേ പറ്റൂന്ന് പറഞ്ഞെങ്കിലും ഈ മുൾക്കിരീടത്തിന് ഇത്രയും വേദന ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ ദൈവമേ. ഈ മുൾക്കിരീടം ഇത് എന്തിനു തന്നു? സന്തോഷമില്ല, ഒരു സന്തോഷമില്ല. ചിരിക്കാൻ മറന്നുപോയ കുറേ ആളുകളെ കാണുന്നു ഇവിടെ. കുടുംബജീവിതത്തിൽ സന്തോഷമില്ല. പിന്നെ താരതമ്യം ചെയ്യലാണ് വേറെ ഒരു പ്രധാന പരിപാടി. എടാ നീ എത്ര ഭാഗ്യവാനാടാ, നിന്റെ ഭാര്യ എത്ര മിടുക്കിയ, എത്ര ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കണത്. കിന്നാരം പറഞ്ഞും കഥകൾ പാടിയും പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും. നീ എവിടെ പോയാലും നിഴല് പോലെ നിന്റെ കൂടെ നടക്കണം നിന്റെ ഭാര്യ. ഓ നീ പുണ്യം ചെയ്തവനാടാ. ഈ മനുഷ്യൻ പറഞ്ഞു വെക്കണത് അവളെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് അറിയാനുള്ള ബോധം അവനുണ്ടോ? പൊട്ടൻ. ചില സ്ത്രീകൾ കൂട്ടുകാരികളോട് പറയും, നീ എത്ര ഭാഗ്യവതിയടി, നിന്റെ കെട്ടിയവൻ എത്ര നല്ല മനുഷ്യനടി, എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമടി. സ്വന്തം ഭർത്താവിനെ വേറൊരുത്തം പുകഴ്ത്തി പറയുമ്പോൾ പോങ്ങാൻ വരട്ടെ മോളെ, നിന്റെ കെട്ടിയവനെ ചിലപ്പോൾ അവളെ അടിച്ചോണ്ട് പോവും. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ നാളെ കഴിയുമ്പോൾ പോവും. അപ്പൊ ആരാണ്ട് പറഞ്ഞു, ഈ അച്ഛൻ കുടുംബം കലക്കാൻ വന്നതാണോ, കുടുംബം നന്നാക്കാൻ വന്നതാണോ? കലക്കണത് നല്ലതാ, ഒടുക്കം തെളിക്കാൻ പറ്റും. ബന്ധങ്ങൾ ഉലഞ്ഞു പോയിരിക്കുന്നു. പരസ്പരം സന്തോഷമില്ല, പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നില്ല, പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ആളെക്കുറിച്ചറിയാം, ആളെ അറിയില്ല. ഇപ്പോൾ ഈ മറ്റൊരാളായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അജ്ഞതയാ. ഇപ്പൊ കൂടെയുള്ള ആളാണ് ഏറ്റവും നല്ലത്. ഇതിലും നല്ലതാന്നോർത്ത് വേറെ ഒരെണ്ണത്തെ കൂടെ കൂട്ടിയാലുണ്ടല്ലോ, അവളെ എപ്പോ നിന്നെ പെട്ടിക്കകത്താക്കിന്ന് ചോദിച്ചാൽ മതി.
ഇപ്പോൾ കൂടെ ഉള്ളത് നിന്റെ എല്ലാ പെരുമാറ്റ വൈകല്യങ്ങളും സഹിച്ച് ക്ഷമിച്ച് പുറത്ത് സാരമില്ല എന്ന് വെച്ച എൻ്റെ പിള്ളേരുടെ തന്തയാണല്ലോ ദൈവമേ എന്നോർത്ത് നിന്നോടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണതാ മോനെ. മറ്റൊരുത്തി ആയിരുന്നെങ്കിൽ പണ്ട് നിനക്ക് വിഷം കലക്കി തന്ന് കൊന്നേനെ. ഇപ്പൊ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ തുടയിൽ ഒരു ഒറ്റ നുള്ളങ്ങട് കൊടുത്തത് കേട്ടില്ലടാ പോട്ടം കഴുതേ. ഞാൻ കാരണം നിന്നെ കൊല്ലാതെ വെച്ചേക്കണത്, അല്ലെങ്കിൽ പണ്ടേ നിന്നെ ഇപ്പൊ പെട്ടിക്കകത്താക്കിയേനെ. ഇനി ബാക്കി നാളെ ചിരിക്കാം. സൂക്ഷിച്ചു വെച്ചോ. ഇനി കൂടുതൽ ചിരിയുടെ പരമ്പര വരുന്ന 3 പ്രോഗ്രാം ഇവിടെ അനൗൺസ് ചെയ്യും ഇത് കഴിയുമ്പോൾ. ഇന്നല്ല, ഞാൻ ഇവിടുന്ന് പോണതിന് മുമ്പ് ദമ്പതി ധ്യാനം എന്ന് ഓമന പേരിട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരൊക്കെ രജിസ്റ്റർ ചെയ്തോളാം. 3 സെൻറ്ററിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ അച്ഛൻ അഭിനയിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഇരുന്ന് കുറ്റപ്പെടുത്തുക, വഴക്കുണ്ടാക്കുക. ചിലർ ഉറക്കെ വിളിച്ചു പറയും, എന്തിനാ ആണെന്ന് പറഞ്ഞ് ജീവിക്കണേ? നാണാവണില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെയുണ്ടോ ലോകത്ത് മനുഷ്യർ? 5 കാശിന് ഉപകാരമുണ്ടോ? ആണാത്രേ, ആണ്. നിങ്ങൾക്കൊക്കെ പുരുഷനാന്ന് പറഞ്ഞ് നടക്കാൻ ലജ്ജയില്ലേ മനുഷ്യായി? എന്ന് സ്വന്തം ഭർത്താവിനോടൊരു ഭാര്യ എന്നും ചോദിക്കാന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു പരിധിയില്ലേ? അല്ല, ഇല്ലേ? എനിക്കപ്പോൾ തോന്നുന്ന ഒരു ഭയങ്കര സംശയമാണ്. ഈ സ്ത്രീ പറയണു എല്ലാ ദിവസവും അവളുടെ ഭർത്താവ് ആണല്ല. അവക്ക് 2-3 മക്കളുണ്ട്. അതാരുടെ അപ്പാ? അവള് ഉത്തരം പറയണ്ടേ? ഇനി മിണ്ടരുത് കേട്ടോ. വിവേകം വേണം സംസാരിക്കുമ്പോൾ. ബന്ധങ്ങൾ നന്നായിരിക്കണം. പല വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കാറേ ഇല്ല. ചിലർ ഡ്യൂട്ടി മനഃപൂർവ്വം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ഒരാൾക്ക് എന്നും നൈറ്റ് ഡ്യൂട്ടി, ഒരാൾക്ക് എന്നും ഡേ ഡ്യൂട്ടി, ഒരാൾക്ക് എന്നും നൈറ്റ് ഡ്യൂട്ടി, ഒരാൾക്ക് എന്നും ഡേ ഡ്യൂട്ടി. എന്താ കാര്യം? തമ്മിൽ കാണാതിരിക്കാൻ. എന്നിട്ട് ഇന്ന് 2 കൂടെ ജീവിതത്തിൽ ഇതുപോലെ മാതൃകാ ദമ്പതിമാരില്ല എന്നുള്ള ഭാവത്തിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. പാവം തിരുമേനി, പാവാച്ചന്മാർ, പാവം പൊതുജനം. ഞങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. നാടകം കളിക്കാൻ 1-ാം തരം അവാർഡ് വാങ്ങിയ ആളുകളോട് ഇരിപ്പുണ്ട്. ഇതൊന്നും തിരശ്ശീലയിട്ട മൂടിപ്പിടിക്കാൻ പറ്റിയ സംഗതികളല്ല, പച്ച സത്യങ്ങളാണ്. നിങ്ങൾക്കിപ്പം മനസ്സിലാവുണ്ടോ കഷായത്തിന് കയ്പുണ്ടെന്ന്? ഇല്ലല്ലേ? പാവം ഞാൻ, എന്ത് ചെയ്യാൻ പറ്റും? ചില ആൾക്കാർ നോക്കുമ്പോൾ എനിക്കെന്താ ഫീൽ ചെയ്യണമെന്നറിയോ? പ്രസംഗമൊക്കെ കഴിഞ്ഞ് താനങ്ങ് ഇറങ്ങി പാടോ എന്ന്. ആയിക്കോട്ടെ. ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയെ വിളിച്ച് സംസാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കണത്. ഞാൻ പറഞ്ഞു, ഞാനൊരു കുടുംബധ്യാനത്തിന് ക്ലാസ് എടുക്കാൻ പോവുക, പരിക്ക് പറ്റാതിരിക്കാൻ പ്രാർത്ഥിച്ചോളണം കേട്ടോ എന്ന് പറഞ്ഞു. ആമേൻ. പ്രിയരെ, ഇനി ചില സ്ത്രീകൾ, ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് മക്കളെ ഉപയോഗിച്ചാണ്. ഭർത്താവിനോട് ഒട്ടും ഉൾക്കൊള്ളായികയും ഇഷ്ടക്കേടുമുള്ള ഒരു ഭാര്യ ഭക്ഷണം പാകപ്പെടുത്തി വെച്ചിട്ട് മോനോട് പറയും, അല്ലെങ്കിൽ മോളോട് പറയും, ദണ്ടറാ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, നിന്റെ തന്തയോടെ തിന്നിട്ട് കൊള്ളാൻ പറ. അത് തന്നെ ഡയലോഗ്, വേറൊരു ഡയലോഗില്ല. അതിൽ കുറഞ്ഞതൊന്നും പറയാൻ പറ്റില്ല. കൊച്ചു പോയിട്ട് പറയും, പപ്പ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, തിന്നോളാൻ മമ്മി പറഞ്ഞു. അങ്ങനെയല്ലല്ലോടാ അവള് പറഞ്ഞ്, അവക്കടെ അപ്പൻ ഉണ്ട് കൊടുക്കാൻ പറയടാ. ഈ കൊച്ചെന്താ പഴിച്ചേ? അതിനുത്തരം പറ. ഈ കൊച്ചെന്ത് തെറ്റാ ചെയ്തേ? മാതാപിതാക്കളുടെ ശീതസമരത്തിന് ബലിയാടുകളായി തീരുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളിൽ മനസ്സ് പടഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾ, അപ്പൻ്റെ അടുത്തും പ്രൊട്ടക്ഷൻ ഇല്ല, അമ്മയുടെ അടുത്തും പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് മുകളിൽ വിരിച്ച ചിറകില്ലെന്ന് തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ തെരുവിലിറങ്ങി വേട്ടപ്പട്ടികളുടെ കയ്യിൽപ്പെട്ടാൽ, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയാൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ?
എത്രയോ കുഞ്ഞുങ്ങൾ അങ്ങനെ വഴിതെറ്റിപ്പോയി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മീൻ കച്ചവടക്കാരൻ്റെ കൂടെ ഒരു പെങ്കൊച്ച് പോയി കളഞ്ഞു. കാരണന്മാർ ബന്ധപ്പെട്ട് ഓടിച്ചെന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സംസാരിക്കാൻ നിന്നപ്പോൾ ഈ പെങ്കൊച്ചങ്ങോട്ട് ചീറി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള പെങ്കൊച്ചിരുന്ന് പ്രതീക്ഷിക്കാത്ത പ്രതികരണ, ഞാൻ മീൻ കച്ചവടക്കാരൻ്റെ കൂടെ പോയെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ നിൽക്കുന്ന തന്തയും ഈ നിൽക്കുന്ന തള്ളയും. അച്ഛൻ ചോദിക്ക്. നാവിറങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ. ആ കൊച്ചിനോട് സംസാരിക്കാൻ വാക്കില്ലാതെയായി പോയി. എന്താ മോളെ, ഈ തന്തയും തള്ളയും തമ്മിൽ മിണ്ടിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്ക്. വീട്ടിൽ എന്ത് സംസാരിച്ചിട്ട് കാലം എത്രയാന്ന് ചോദിക്ക്. അച്ഛൻ ഉത്തരം പറ. എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ലാണ്ട് വന്നപ്പോ ആ ചേട്ടൻ എന്നെ മോളെ എന്ന് വിളിച്ചപ്പോ ഞാനൊന്ന് പോയി. കുടുംബജീവിതം സ്വപ്നം കണ്ടുപോയതല്ല കൊച്ച്, ഒരപ്പനെ കണ്ടുപോയതാ മീൻ കച്ചവടക്കാരനില്. സ്നേഹം കിട്ടുമെന്ന് ഓർത്ത് പോയതാ. അയാളിലാക്ക് മറ്റൊന്നായിരുന്നു. എവിടെയാ നമ്മുടെ വിവേകം? ഈഗോ സമ്മതിക്കുന്നില്ല അല്ലേ? ഒരാളും ആർക്കും കീഴടങ്ങാൻ തയ്യാറല്ല. എല്ലാവരും ഞാൻ പിടിച്ച മുയലിന് കൊമ്പുണ്ടെന്നാണ് പറയുന്നത്. 1ഉം 2ഉം അല്ല, 3 എണ്ണം. ആരും തോൽക്കാൻ തയ്യാറല്ല ഇവിടെ. ആരും കീഴടങ്ങാൻ തയ്യാറല്ല ഇവിടെ. ആരും വിനയപ്പെടാൻ തയ്യാറല്ല ഇവിടെ. എല്ലാവരും മത്സരം കുലത്തൊഴിലാക്കി കൊണ്ട് നടക്കുകയാണ്. ഭാര്യ പറയുന്നു, എന്നെ ഒരുപാട് മൂപ്പിക്കാനും പേടിപ്പിക്കാനൊന്നും വരണ്ട. എൻ്റെ ഡിപ്പെൻഡൻ്റ് വിസയില ദിയാൻ ഇവിടെ വന്നതെന്ന് ഓർമ്മ വേണം. എനിക്ക് കിട്ടണ ശമ്പളത്തിൻ്റെ വാലെ കെട്ടാൻ കൊള്ളൂല അതെനിക്ക് കിട്ടണ ശമ്പളം. മിണ്ടിപ്പോവരുത്. ഇന്നലെ ഒരു വീട്ടിലുണ്ടായ സംഭാഷണം ഇത്. അവനിവിടെ വന്നിട്ടുണ്ട്. അവളെ കൊണ്ടുവരാൻ അവൻ ആവത് നോക്കി, ഒത്തില്ല. അവനെടുത്ത പൊങ്ങൂല്ല സാധനം. അഹന്ത മത്സരമാ, അന്യോന്യമുള്ള പോരാട്ടമാ. പ്രിയപ്പെട്ടവരെ, മൊത്തം കുടുംബങ്ങളിൽ ഈ പ്രശ്നം അങ്ങ് അലയടിക്കുകയാണ്, വേലിയേറ്റം സൃഷ്ടിക്കുകയാണ്. കുടുംബങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? എന്താണ് കുടുംബങ്ങളിലെ അടിസ്ഥാനപരമായ പ്രശ്നം? ഒറ്റ പ്രശ്നമുള്ളൂ, ഞാനെന്ന ഭാവം. എന്തത്? അത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോ. എന്താ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതി? ഞാൻ എന്ന ഭാവം. നിങ്ങൾക്കറിയോ, ഒരു ജേണൽ റിപ്പോർട്ട് ഞാൻ വായിച്ചതാ. ഒരു ദിവസം ഒരു മനുഷ്യൻ തൻ്റെ നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉച്ചരിക്കുന്ന വാക്ക് ഞാൻ. കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാൾ, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാൾ ഒരു ദിവസം 70 പ്രാവശ്യം മുതൽ 80 പ്രാവശ്യം വരെ ഞാൻ എന്ന വാക്ക് ഉച്ചരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം 300 പ്രാവശ്യം മുതൽ 400 പ്രാവശ്യം വരെ ഞാൻ എന്ന വാക്ക് ഉച്ചരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഉദാഹരണം, പാറേക്കര അച്ഛൻ. കാരണം ഇത് തന്നെയാണല്ലോ തൊഴിൽ. അതെല്ലാവർക്കും സൂചിച്ചേ. ആമേൻ. ഞാനെന്ന വാക്ക് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉച്ചരിക്കുന്ന വാക്ക് എൻ്റെ. 3ാമത്തെ വാക്ക് എനിക്ക്. ഞാൻ, എൻ്റെ, എനിക്ക്. സ്വാഭാവികമാണ് പ്രതിപക്ഷം ഉണ്ടാവും. നീ, നിൻ്റെ, നിനക്ക്. ഒന്ന് അനലൈസ് ചെയ്തേ. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി. കൂടുതൽ ക്ലാസ് എടുക്കാനോ പഠിപ്പിക്കാനൊന്നും ആരും നിൽക്കേണ്ട. ഞാൻ തീരുമാനിക്കും. ഒരാളുടെ സംഭാഷണം, എടീ തന്തയെ വക വച്ചിട്ടില്ല ഇന്ന് വരെ ഞാൻ, പിന്നെ ഞാൻ നിന്നെ, നീ പോടി അവിടുന്ന്. വേറൊരാൾ, ഞാൻ ആരാന്നറിയാവോ? എന്നോട് കളിക്കുന്നത് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നിന്റെ കുടുംബം ഞാൻ കുളം തൊട്ടി കളയും, നിനക്ക് എന്നെ അറിയത്തില്ല. വേറൊരാൾ, അയ്യ അങ്ങനെ തീരുമാനം എടുത്തോ? കുഴപ്പമില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ തീരുമാനം എടുക്കാൻ ഞാൻ സമ്മതിക്കുകയില്ലായിരുന്നു. വേറൊരാൾ, പൊതിയവും കൂടിയില്ലേ, അങ്ങനെയൊക്കെ തീരുമാനം എഴുതിയോ ഡയറിയിൽ? ഞാനില്ലാത്തതിൻ്റെ കുഴപ്പമായിരുന്നു.
ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ തീരുമാനം എടുക്കാൻ ഞാൻ ജീവൻ പോയാലും സമ്മതിക്കാത്തില്ലായിരുന്നു. അവനാണോ പള്ളിയുടെ സെക്രട്ടറി, ഞാൻ ഇല്ലാണ്ട് പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുകയല്ലായിരുന്നു. വേറൊരാൾ. ചില ആളുകൾ ഈ ഞാനെന്നൊക്കെ പറയുമ്പോൾ അതിന് സ്ലാങ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ അതങ്ങ് മുഴച്ചു നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു വീട്ടിൽ 5 മനുഷ്യരുണ്ട്. ആ വീട്ടിൽ എത്ര ഞാനുണ്ടാവും? നിങ്ങളും മിണ്ടണം, ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പണി ചെയ്യും. ഞാന് ആട്ടിറച്ചിയുടെ വിലയല്ല ചോദിച്ചത്. ചേട്ടൻ UK വന്നിട്ടും ഇപ്പോഴും ഇറച്ചി കച്ചവടത്തിന്റെ ഓർമ്മയാണ്. ഒരു വീട്ടിൽ 5 മനുഷ്യരുണ്ട്. എത്ര ഞാനുണ്ടാവും? 5 ഞാനുണ്ടാവും. 5 ഞാനുണ്ടെങ്കിൽ എത്ര നീ ഉണ്ടാവും? 5 നീ അല്ല, 4 അല്ല, കണക്ക് പഠിക്കണം. ഓരോരുത്തർക്കും 4 നീ വീതം ഉണ്ടാവും. 4 20 എണ്ണം മിനിമം ഉണ്ടാവും. കണക്ക് ശരിയായോ? നമുക്ക് 5 തന്നെ കൂട്ടാം. 5 ഞാനും 5 നീയും ഉണ്ടെങ്കിൽ എപ്പോൾ അടി ഉണ്ടാവും? ഉത്തരം പറ. എപ്പോൾ ഉണ്ടായിന്ന് ചോദിച്ചാൽ മതി, അപ്പോൾ തന്നെ അടി ഉണ്ടാവും. വീട്ടിൽ അടി ഉണ്ടാക്കണ ആളാരാ? ഉറക്കെ പറഞ്ഞേ. വീട്ടിൽ കുഴപ്പമുണ്ടാക്കണ ആളാരാ? പ്രശ്നം ഉണ്ടാക്കണ ആളാരാ? സമാധാനം ഇല്ലാണ്ടാക്കണ ആളാരാ? നിങ്ങളെന്താ മിണ്ടാത്തത്? ഞാൻ വിചാരിച്ച ഇവിടെ വന്ന ആൾക്കാർക്കൊക്കെ വിവരം ഉണ്ടെന്ന. ഏതോ ഒരു മനുഷ്യൻ വിവരമില്ലാതെ ഒരു ഉത്തരം പറഞ്ഞു. ക്ഷമിക്കുമെന്ന് ഓർത്താട്ടെ, ഇതൊക്കെ വെച്ച് തട്ടണേ. എന്നെ ഒന്നും ചെയ്യരുത് കേട്ടോ. ആമേൻ. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ ആളാരാ? ഞാനെന്ന ഭാവം, ഞാൻ. അപ്പോ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ ആളല്ലേ നമ്മുടെ സമാധാനം കിടത്തണ ആള് അല്ലേ? മിണ്ട്. നമ്മുടെ സമാധാനം കിടത്തണ ആളല്ലേ നമ്മുടെ ശത്രു? ആരാണ് അയാൾ? യെസ്, കള്ളനെ പിടികിട്ടിയോ? ആ ശത്രുവിനെ പിടികിട്ടിയ സഹോദരി? ഇല്ലേ? കിട്ടി. ആരാ? ഞാൻ. ശരിക്കും ഒരു മനുഷ്യനാകെ ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. ആരാത്? ഞാൻ. അത്രേ ഉള്ളൂ. ഇതെന്ന് തിരിച്ചറിയുന്നോ അന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലെ 90% എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാണ്. എന്നിലെ അഹം, ഞാനെന്ന ഭാവം. എൻ്റെ കുടുംബം കലക്കണത് ഞാനാ. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാ. എന്നിലെ ഞാനെന്ന ഭാവമാ. വിട്ടുവീഴ്ചയില്ലാത്ത ഞാൻ, സഹനമില്ലാത്ത ഞാൻ, ക്ഷമയില്ലാത്ത ഞാൻ, അഹങ്കാരിയായ ഞാൻ, മത്സരിയായ ഞാൻ, എല്ലാവരെയും തോൽപ്പിക്കണമെന്ന് ഇച്ഛിക്കുന്ന ഞാൻ, ആരുടെയും മുമ്പിൽ കീഴടങ്ങാൻ മനസ്സില്ലാത്ത ഞാൻ, എപ്പോഴും മികച്ചു നിൽക്കണമെന്നും മുഴച്ചു നിൽക്കണമെന്നും ചിന്തിക്കുന്ന എന്നിലെ ഞാനാണ് എൻ്റെ കുടുംബത്തിലെ പ്രശ്നക്കാരൻ. ഞാനാണ് എൻ്റെ കുടുംബത്തിലെ പ്രശ്നക്കാരി. ഞാനാണ് എൻ്റെ ശത്രു. അഹം, ഞാൻ. എന്താ ഒരു മാർഗം? ശത്രുവിനെ പിടികിട്ടി. കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കണ്ടേ? മിണ്ടണം. കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കണ്ടേ? വേണ്ടേ? വേണ്ട? വേണം. എന്ത് ചെയ്യണം? ടോസ് ഇട്ട് നോക്കണമെന്നോ? നിങ്ങൾ ഉത്തരം പറഞ്ഞേ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ നന്നാവണം. നടക്കുവോ? 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 ഇല്ല. ജീവിതത്തിൽ ഇന്നുവരെ ഒരാളും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണത്. ഞാൻ നന്നാവുക. നടക്കില്ല. ആൾക്കാർ എന്തിനാ ജീവിക്കണമെന്ന് അറിയാമോ? മറ്റുള്ളവരെ നന്നാക്കാൻ.
അതാണ് ഇന്ന് ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ജോലി. ഭാര്യയായ അന്ന് മുതൽ ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട ജോലി ഭർത്താവിനെ നന്നാക്കുക എന്നുള്ളതാണ്. ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പേര്. ഭർത്താവായ അന്ന് മുതൽ ഒരു പുരുഷന്റെ ജോലി ഭാര്യയെ നന്നാക്കുക എന്നുള്ളതാണ്. ദേ ഇവിടെ വന്നിരിക്കുന്നു, വേറെ ഒരു ജോലിയില്ല. ഇഞ്ചോടിഞ്ച് ഭാര്യനെ വഴക്ക് പറയുക, വരച്ച വരയിൽ നിർത്തുക, അങ്ങനെയല്ലടി ഇങ്ങനെയല്ലടി, ആഹാരം ഉണ്ടാക്കാൻ അറിയാമോ, നിനക്ക് വസ്ത്രം ധരിക്കാൻ അറിയാമോ, നീ എന്താ ഈ കാട്ടുന്നത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ, നിരന്തരം അവളെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തന്നെ തൊഴിലാണ് ഇവിടെ ചിലരെ. വേറെ ഒരു ജോലിയില്ല. ഭാര്യ ജോലിക്ക് പോയാൽ വരുന്നവരെ ടി വി കാണും, കള്ളു കുടിക്കും, കിടന്നുറങ്ങും, വരുമ്പോൾ തുടങ്ങും ക്ലാസ് എടുക്കലേ. ഭാര്യമാര് ചിലർ അത് തന്നെ തൊഴിൽ. ഓ എന്നാലും എൻ്റെ അച്ഛാ, എൻ്റെ വീട്ടിൽ നടക്കുന്ന സംഗതി അച്ഛനും പുള്ളിയും തെറ്റാതെ ഇങ്ങനെ പറയാൻ അച്ഛനെ എങ്ങനെയാ അത് കണ്ടത് എന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർ എന്നോട് ചോദിക്കുക. ഇത് കാണാൻ കണ്ടില്ലെങ്കിൽ ഈ കുപ്പായി എനിക്ക് പാകാവോ? കണ്ടതാ. അതെ, പരസ്പരം നന്നാക്കി നന്നാക്കി ജീവിതം കളയല്ലേ മക്കളെ, നടക്കൂല. ഒരാള് വിചാരിച്ചാൽ ഒരാളെ നന്നാക്കാൻ പറ്റുള്ളൂ. അതാരെയാ? ആ ആളെ മാത്രം. വേറൊരാളെ നന്നാക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും പറ്റില്ല. ഞാൻ വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റിയ ഒറ്റ ഒരാളെ ലോകത്തുള്ളൂ, അത് ഞാൻ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റിയ ഒറ്റ ഒരാളെ ലോകത്തുള്ളൂ, നിങ്ങൾ മാത്രമാണ്. അതിന് ശ്രമിക്കാതെ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ച് ജീവിതം കളയരുതെന്ന് നമ്മുടെ സഭയിലെ മർത്തമറിയാൻ സമാജത്തിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുകയായിരുന്നു കുറേ കൊല്ലം മുമ്പ്. 100-400 സ്ത്രീകൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കാൻ നിന്ന് അച്ഛൻ ദീർഘമണിക്കൂറുകൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ വിരസതയിലായെന്ന് അച്ഛന് തോന്നി. അവരെ ഒന്ന് നന്നായിട്ട് ഉണർത്തിയെടുക്കാൻ വേണ്ടി അച്ഛൻ ഒരു ചെറിയ ഒരു റൂട്ട് മാറി ഒരു സംഭാഷണത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി. അച്ഛൻ അവരോട് ചോദിച്ചു, സഹോദരിമാരെ, നമ്മുടെ സഭയുടെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് പുനർജന്മം എന്നൊന്നില്ല. ഇനി ഒരു പുനർജന്മമുണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കുക, വിശ്വസിക്കരുത്, സങ്കല്പിക്കുക. അടുത്ത ജന്മത്തിലും നിങ്ങൾ സ്ത്രീയായിട്ട് ജനിച്ചാൽ അടുത്ത ജന്മത്തിൽ ഇപ്പോഴുള്ള ഭർത്താവിനെ തന്നെ ഭർത്താവായി കിട്ടിയാൽ മതി എന്ന് താല്പര്യവും തീരുമാനവുമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേൽക്കട്ടെ. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ കെട്ടിയോൻ അടുത്തിരിക്കണം കണ്ടിട്ട് ആവേശം മൂത്ത് ചാടി എഴുന്നേറ്റ് വെറുതെ അടുത്ത ജന്മം ഇല്ലല്ലോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അച്ഛൻ വളരെ ജിജ്ഞാസയോടെ നോക്കി നിൽക്കുകയാണ്. കഷായത്തിന് മേമ്പൊടി ചേർക്കാൻ ഒരെണ്ണം പോലും എഴുന്നേറ്റില്ല. അച്ഛൻ ചോദ്യം ചോദിച്ചും പോയല്ലോ ദൈവമേ എന്നോർത്ത് അമ്പരന്ന് സ്വയം പശ്ചാത്തപിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ 80 വയസ്സോളം പ്രായമുള്ള വാലിട്ട് മുണ്ടെടുത്തൊരമ്മച്ചി എഴുന്നേറ്റ് അവിടെ നിന്നു. അച്ഛന് സംശയമായി, അമ്മച്ചി എന്താ എഴുന്നേറ്റത്? അച്ഛൻ ചോദിച്ചില്ലേ, അപ്പൊ എൻ്റെ ചോദ്യം കേട്ടിട്ട് എഴുന്നേറ്റതാണോ? ആ. അപ്പൊ അച്ഛൻ ആവേശം മൂത്തു. കോഡ്ലെസ് മൈക്കായിരുന്നു, കയ്യെ പിടിച്ചോണ്ട് അച്ഛൻ ഓടി അമ്മച്ചിയുടെ അടുത്ത് ചെന്നു. അമ്മച്ചി സത്യമാണോ? സത്യമാണച്ചു. അതെന്താ അമ്മച്ചി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? അച്ഛൻ അറിയോ, അത് ഞാൻ എൻ്റെ കഴുത്തിൽ മിന്നു വെച്ചിട്ട് 65 കൊല്ലമായി. എൻ്റെ 15ാമത്തെ വയസ്സിൽ കെട്ട് നടന്നതാ. ഈ 65 കൊല്ലവും ഞാനൊരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ജീവിച്ചത്, അത് ഞാൻ വരച്ച വരയിൽ നിർത്താൻ. ഇപ്പൊ പറഞ്ഞ പോലെ കേൾക്കും അച്ഛാ. അവിടെ ഇരുന്നോളാൻ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നോളും. ഇത് തിന്നോളാൻ പറഞ്ഞാൽ അത് കൊടുക്കണ സാധനം മൊത്തം തിന്നോളും. ഇന്നത്തെ ദിവസം മിണ്ടരുന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം പിന്നെ മിണ്ടില്ല. ഇപ്പൊ എല്ലാം കറക്റ്റ് അച്ഛാ. ഈ അടുത്ത ജന്മത്തിൽ ഇനി വേറൊരുത്തനെ കല്യാണം കഴിച്ച് അത് ഞാനെ വരച്ച വരയിൽ നിർത്താൻ അടുത്ത ജന്മം കൂടെ കളയാൻ എനിക്ക് താല്പര്യമില്ല അച്ഛാ. ഇത് ഞാനെ തന്നെ അടുത്ത ജന്മത്തിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ജീവിക്കാലോ. ഇപ്പൊ കൈയടിച്ചത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ആമേ. ജീവിതം പാഴാക്കി കളയരുതെന്ന പറഞ്ഞതേ. നിങ്ങൾ വിചാരിച്ചാൽ വേറൊരാളെ നന്നാക്കാൻ പറ്റൂല എന്ന്. കോതമംഗലത്ത് നിന്ന് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് മാഞ്ചസ്റ്ററിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളെ നന്നാക്കാന്ന് ഓർത്താന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്ക് പോരണതിന് മുമ്പ് അറിയാം, നിങ്ങൾ ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ പറഞ്ഞോ നന്നാക്കാൻ പറ്റും. ഭാര്യയോട് 10 ചീത്ത എന്നും പറയണ ഭർത്താവിനോട് ഒരു വാക്ക്, അതിൻ്റെ പകുതിയെങ്കിലും എന്നും മുറിയടച്ചിട്ട് കണ്ണാടി നോക്കി നീ നിന്നോട് പറ, 10 ദിവസം കഴിയുമ്പോൾ നീ നന്നാവും മോനെ. എന്താ സ്ത്രീകൾ ആരും കൈ കൊണ്ടുവന്നിട്ടില്ലേ? എന്താ ഒന്ന് കൈ കൊട്ടിയ? ഇവരെ തല്ലി നിലവിളിപ്പിക്കേണ്ട സൈസ.
ഒരു ഗോൾ അടിക്കുമ്പോൾ തിരിച്ചൊരു ഗോൾ അടിച്ചില്ലെങ്കിൽ എനിക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റുമോ? ഇപ്പൊ ആരാ നന്നാവണ്ടേ? പറഞ്ഞില്ല, ഞാൻ നന്നാവണം. നന്നാവോ? ആരാണ്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ അച്ഛൻ നന്നായ പ്രശ്നമൊക്കെ തീരും. ഈ പ്രശ്നം മൊത്തം അച്ഛൻ നന്നായ തീരുമെന്ന്. തീരൂല്ല മക്കളെ. ഈ ജീവിതത്തിൽ ഇന്ന് വരെ ആരെങ്കിലും പ്രാക്ടിക്കലി ഈ കാര്യം നേടിയിട്ടുണ്ടോ? സ്വയം നന്നായി കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 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 ഈ ചോദ്യം ആദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടിട്ടിരിക്കുക. അയാൾ പറഞ്ഞത് കറക്റ്റ് ആൻസറാ. ഞാൻ അവിടുന്ന് തെന്നി മാറിപ്പോയതാ. ഒരാൾക്ക് പോലും സ്വയം നന്നാക്കാൻ പറ്റില്ല, നന്നാവില്ല ആരും. കാരണം സ്വന്തം കുറ്റം ആരും കാണൂല, സ്വന്തം തെറ്റാരും അപഗ്രഥിക്കില്ല, സ്വയം തിരിഞ്ഞു നിന്ന് ആരും ശാസിക്കില്ല. കണ്ണാടി നോക്കിയിട്ട് നീ ആ ഈ കുടുംബത്തെ മൊത്തം കലക്കണേ, ഈ കുടുംബത്തിന്റെ ശത്രു എന്ന് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോണില്ല. ഈ ആള് നന്നാവൂല്ല വെച്ചാ ഈ പ്രശ്നം പരിഹരിക്കണ്ടേ? വേണ്ടേ? വേണ്ടേ? എന്താ മാർഗം? ശത്രു നന്നാവൂല്ല എന്ന് വെച്ചാ പിന്നെ ഒരൊറ്റ മാർഗമുള്ളൂ, കൊല്ലണം. എൻ്റെ അച്ഛാ പറഞ്ഞത് നന്നായി. ഞാൻ 2 കൊല്ലമായി ആലോചിച്ചുകൊണ്ടിരിക്കുക, ഒരേ ആലോചന. എങ്ങനെയാ ചാവണ്ടേ, എങ്ങനെയാ ചാവണ്ടേ, എങ്ങനെയാ ചാവണ്ടേ? ഇന്ന് അങ്ങോട്ട് തീർത്തേക്കാച്ചാ. സോറി, വേണ്ടട്ടോ. അങ്ങനെ കൊല്ലണ കാര്യം അല്ല അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം വേറെയാണ്. ഒരു വ്യക്തിയുടെ അഹം മരിക്കണം, ഞാനെന്ന ഭാവത്തെ കൊല്ലണം, അഹങ്കാരത്തെ കുരിശിൽ തറയ്ക്കണം. ഗലാത്യലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ ക്രിസ്തു യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ഇപ്പോൾ ഞാനില്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാനില്ല, ഞാൻ മരിച്ചു, ഞാൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു, ഞാൻ കൊല്ലപ്പെട്ടു, എന്നിലെ അഹം മരിച്ചു. പിന്നെ ആര് ജീവിക്കുന്നു? ആര് ജീവിക്കുന്നു? ക്രിസ്തു. എല്ലാവരും ഈ തീരുമാനത്തിലേക്ക് എത്തിയാൽ, ഈ ക്രൂശീകരണത്തിന് വിധേയപ്പെട്ടാൽ, ഒരു വീട്ടിൽ 5 മനുഷ്യരുണ്ട്, എല്ലാവരിലും ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പോഴാ വീട്ടിൽ എത്ര പേരുണ്ട്? ഒറ്റ ഒരാളേ ഉള്ളൂ. ആരാത്? യേശു ക്രിസ്തുവാണ്. ഭാര്യ ഭർത്താവിനെ നോക്കുമ്പോൾ ആരെ കാണും? യേശുവിനെ കാണും. വഴക്ക് പറയാൻ പറ്റുമോ? ഭർത്താവ് ഭാര്യയെ നോക്കുമ്പോൾ ആരെ കാണും? നിങ്ങൾ എന്നോട് ശരിക്കും പിണങ്ങിയെന്ന ആരെ കാണും? വഴക്ക് പറയാൻ പറ്റുമോ? അപ്പൻ മക്കളും തമ്മിൽ കാണുമ്പോൾ ആരെ കാണും? അമ്മയും മക്കളും തമ്മിൽ കാണുമ്പോൾ ആരെ കാണും? അമ്മാവയും അമ്മയും മരുമകളും നേർക്ക് നേരെ കാണുമ്പോൾ ആരെ കാണും? കാണുമോ? ആരെ കാണും? യേശു ക്രിസ്തുവിനെ കാണും. ആ വീട്ടിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ നമ്മളിലെ അഹത്തെ കുരിശിൽ തറയ്ക്കണം. ഞാനെന്ന ഭാവം കൊല്ലപ്പെടുമ്പോൾ, ഞാനെന്ന ഭാവം ഇല്ലാതെയാകുമ്പോൾ അവിടെ ആര് ജീവിക്കും? ക്രിസ്തു ജീവിക്കും. കുടുംബങ്ങളിൽ സ്വസ്ഥത വരാൻ അഹത്തെ കുരിശിൽ തറയ്ക്കുക. ആമേൻ. ഇപ്പം അടുത്തു എല്ലാവരും അല്ലേ? ഉലഞ്ഞു പോയ 2 മേഖലകളാണ് പങ്കിട്ടത്. 1 ദൈവ മനുഷ്യ ബന്ധം, 2 മനുഷ്യ മനുഷ്യ ബന്ധം. എനിക്ക് ഇത്തിരി കൂടി സമയം ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വേഗം കാപ്പി ഉണ്ടാവോ? കഴിഞ്ഞിട്ട് മതിയെന്ന് അപ്പോൾ രാജുവച്ചൻ പറയണത്. നിങ്ങൾക്കൊന്ന് എണീക്കണം തോന്നണില്ലേ? ഉറപ്പായിട്ടും തോന്നണില്ലേ? ഇത്തരം മനുഷ്യരെ ഞാൻ ആദ്യമായിട്ട് കാണുക കർത്താവേ. അങ്ങനെ അങ്ങ് രസം പിടിച്ചിരിക്കുകയല്ലേ. ഞാൻ മടുത്തു നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇതങ്ങനെ മടുക്കുന്ന സൈസല്ല. പൊക്കോട്ടെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. വല്ലാത്തൊരു ശാന്തത, മാനസാന്തരപ്പെട്ടു എന്നാ തോന്നണേ. ഞാനേ ആമേൻ. ഉലഞ്ഞു പോയ 3ാമത്തെ ബന്ധം മനുഷ്യ പ്രകൃതി ബന്ധം. ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തു.
സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ച ദിവസം മനുഷ്യനോട് ദൈവം 4 കാര്യങ്ങൾ കൽപ്പിച്ചു പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15, 16, 17 തിരുവചനങ്ങൾ. മനുഷ്യ, നീ തോട്ടത്തിൽ വേല ചെയ്യണം. 1. മനുഷ്യ, നീ തോട്ടത്തെ സൂക്ഷിക്കണം. 2. മനുഷ്യ, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. 3. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്. 4. ഇങ്ങനെ 4 കാര്യങ്ങൾ ദൈവം പറഞ്ഞതിൽ 1ഉം 2ഉം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്, നീ ഈ തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടത്തെ സൂക്ഷിക്കണം. പ്രകൃതിയെ സൂക്ഷിക്കുന്നത് ആരുടെ ചുമതലയാണ്? ഇത്രയും അറിഞ്ഞെങ്കിൽ ഞാൻ എണീറ്റ് വരില്ലായിരുന്നു. ആരും മിണ്ടുന്നില്ല. പ്രകൃതിയെ സൂക്ഷിക്കൽ ആരുടെ ചുമതലയാണ്? സൂക്ഷിക്കാൻ കടപ്പെട്ടവൻ ചൂഷകനായി മാറിയാൽ എന്ത് സംഭവിക്കും? ഇന്ന് സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും. കേരളത്തെ ഉദാഹരണപ്പെടുത്താം. ദൈവം എപ്പോഴും മലമുകളിലാണ് ദൈവം ജലസ്രോതസ്സുകളെല്ലാം ഒളിപ്പിച്ചു വെച്ചത്. അറിയാലോ, മലഞ്ചെരുവുകളിലല്ല, പിന്നെ മലമുകളിൽ. എല്ലാ നീരുറവുകളും എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മലമുകളിൽ നിന്നാണ്. മലമുകളിലെ നീരുറവയ്ക്ക് ഒരിക്കലും ക്ഷതമേൽക്കാതിരിക്കാൻ മരങ്ങളെയും ദൈവം അവിടെ സൃഷ്ടിച്ചു വെച്ചു, അല്ലേ? മരങ്ങൾ വെട്ടിവിറ്റ് കാശാക്കി കീശ വീർപ്പിച്ചപ്പോൾ മലമുകളിലെ നീരുറവയ്ക്ക് അന്ധകരാവുകയായിരുന്നു മനുഷ്യൻ. നീരുറവകൾ വറ്റി വരണ്ടപ്പോൾ പ്രകൃതി അതിൻ്റെ ജലനിരപ്പ് താണു, കിണറുകളിൽ വെള്ളമില്ലാതെയായി. മൊട്ടക്കുന്നായി മാറിയ മലമുകളിൽ പെട്ടെന്നുണ്ടാകുന്ന വിസ്ഫോടനങ്ങൾ തീർക്കുന്ന മലവെള്ളപ്പാച്ചിലിൽ അത് ഉരുൾപൊട്ടലായി. പ്രകൃതി ദുരന്തങ്ങളായി. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തൻ്റെ അഹന്ത കൊണ്ടും തൻ്റെ ലാഭേച്ഛ കൊണ്ടും പ്രകൃതിയിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവിസർജ്യങ്ങൾ വിഹായസിലെ ഓസോൺ പാളിയെ ദുർബലമാക്കി. ഓസോൺ പാളിയിൽ വിള്ളൽ വീണു. അൾട്രാവയലറ്റ് ഭൂമിയിലേക്ക് വന്നിറങ്ങാൻ തുടങ്ങി. ഭൂമി മനുഷ്യവാസയോഗ്യമല്ലാതെയാകുന്നു. ഭൂമിയിൽ സൂര്യതാപം വർദ്ധിക്കുന്നു. ആഗോളതാപനം അടിക്കടി വർദ്ധിക്കുകയാണ്. മനുഷ്യവാസയോഗ്യമല്ലാതെയായി ഭൂമി തീരുകയാണ്. ഭൂമിക്കപ്പുറം മനുഷ്യവാസത്തിനിടമുണ്ടോ എന്നറിയാൻ പര്യവേഷ വാഹനങ്ങൾ ചൊവ്വായിലും ചന്ദ്രനിലുമൊക്കെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഈ പ്രകൃതിക്ക് ഇന്ന് വന്ന സകല ക്രമക്കേടുകൾക്കും ഉത്തരവാദി മനുഷ്യനാണ്. മലർന്നു കിടന്ന് തുപ്പുന്നവൻ മുഖത്തത് ഏറ്റുവാങ്ങും, അല്ലേ? ഇത് തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്തത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, പ്രകൃതിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവൻ പ്രകൃതിയെ വ്യഭിചരിച്ചിരിക്കുന്നു. അതാണ് ഇന്നിൻ്റെ നൊമ്പരം. കാലം തെറ്റിയ കാലാവസ്ഥ. ജലവൈദ്യുതിയെ മാത്രം ഉപയോഗിച്ച് കേരളം വെളിച്ചം കാണുമ്പോൾ കേരളത്തിലെ ജലവൈദ്യുതി നിലയങ്ങൾ വറ്റി വരളുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ വെള്ളമില്ല. ഈ കൊല്ലം കാലവർഷം പെയ്തില്ല. അപ്പോഴും ഇപ്പോഴും വന്ന് മഴയൊന്ന് ചിരിച്ചിട്ട് പോയതല്ലാതെ കാലവർഷം പെയ്തില്ല. കേരളക്കരയിൽ ഇപ്പോൾ എയർ കണ്ടീഷണർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഫാൻ മതിയാകുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. ഉത്തരവാദി മറ്റാരുമല്ല, മനുഷ്യനാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത മനുഷ്യൻ, ദൈവത്തെ വെല്ലുവിളിച്ച മനുഷ്യൻ, ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യൻ, പ്രകൃതി ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്ത മനുഷ്യൻ. അപ്പോൾ ഉലഞ്ഞുപോയ 3ാമത്തെ തലം. ഒപ്പം ഒന്നുകൂടെയുണ്ട്, സ്വയം വെറുക്കുന്ന മനുഷ്യർ. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം മലയാളികളുടെ ഇടയിൽ വർദ്ധിച്ചു പെരുകുകയാണ്. ഭാരത മഹാരാജ്യത്തെ സംബന്ധിച്ച് സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആണോ? അതെ. സാക്ഷരതയിൽ 1ാം സ്ഥാനമുള്ള കേരളം അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ മറ്റൊരു കാര്യത്തിൽ കൂടെ മലയാളി 1ാം സ്ഥാനത്താണ്. ഏതാ? ആത്മഹത്യ. സ്വയം കൊല്ലുന്നവർ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ജീവനൊടുക്കുകയാണ്. ഒരു മനുഷ്യന് പോലും സ്വയം കൊല്ലാൻ അവകാശമോ അധികാരമോ ഇല്ല. മറ്റൊരാളെ കൊല്ലുന്നത് പോലെയാണ് ഒരാൾ തന്നെയും കൊല്ലുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ കൊലപാതകിയാണ്. ദൈവം സൃഷ്ടിച്ചതാണ് എന്നെ. എന്നെ കൊല്ലാൻ എനിക്ക് അവകാശമില്ല. ഉണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ എന്നെ കൊല്ലുന്നത് എപ്പോഴാ?
അപൂർവം ചില ആളുകളെങ്കിലും മനസ്സിൻ്റെ താളം തെറ്റിപ്പോയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പോയിട്ടുണ്ട്. അതൊരു രോഗമാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. മറിച്ച് ജീവിതകാലം മുഴുവൻ ആഘോഷമായി കുടിച്ചു കൂത്താടി ആരെയും വകവയ്ക്കാതെ, അപ്പനെയും അമ്മയെയും വകവയ്ക്കാതെ, ഭാര്യയെയും മക്കളെയും വകവയ്ക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ച ഒരു മനുഷ്യൻ എല്ലാവരാലും വെറുക്കപ്പെട്ട് എല്ലാ സമ്പത്തും നശിപ്പിച്ച് ആർക്കും വേണ്ടാത്തവനായി മാറി കടബാധ്യത കയറി മൂടി ഇനി പോകാനിടമില്ലാതെ വരുമ്പോൾ അധ്യായം ക്ലോസ് ചെയ്താൽ അത് കർഷക ആത്മഹത്യ എന്ന് സർക്കാരിൻ്റെ കണക്കിലേക്ക് എഴുതി തള്ളിയാൽ കണക്ക് ഒക്കുവോ? ഒക്കില്ല. ഇന്ന് വയനാട്ടിലൊരു കർഷകൻ ആത്മഹത്യ ചെയ്തത് ടി വിയിൽ എഴുതി കാണിച്ചു. ഞാനും തിരുമേനിയും അറിയണയാളാ. കയ്യിലിരിപ്പ് ദോഷം. അയാളുടെ കാര്യമല്ല പറഞ്ഞത്, പലരുടെയും ആത്മഹത്യ കയ്യിലിരിപ്പ് ദോഷം. ചില ആളുകൾ എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിനപ്പുറമുള്ളത് എത്തിപ്പിടിക്കാനായിട്ട് ഓടും, ചാടും, കുതിക്കും. എന്നിട്ട് ഒരിക്കലും കിട്ടുമോ എന്നുറപ്പില്ലാത്ത കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി എല്ലാ ബാങ്കിൽ നിന്നും ലോൺ എടുക്കും, എല്ലാ ബ്ലേഡ് കമ്പനിയിൽ നിന്നും ലോൺ എടുക്കും. അവസാനം അതും കിട്ടൂല, ഇത് പോവുകയും ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യും. അഹന്ത കൊണ്ട് വരുത്തി തീർത്തത്. ഇവിടെയൊക്കെ മനുഷ്യൻ അവസാനം പറയുന്നൊരു വാക്യമുണ്ട്: ആർക്കും എന്നെ വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, അപ്പനും വേണ്ട, അമ്മയ്ക്കും വേണ്ട, ചത്തേക്കാം. ഭർത്താവ് ഒരുത്തനുണ്ടായിട്ടും അവനെ വകവയ്ക്കാതെ, അവനെ കീഴടങ്ങാതെ, അവനെ അനുസരിക്കാതെ, അവനെ അംഗീകരിക്കാതെ തന്നിഷ്ടപ്രകാരം തോന്നിയ വണ്ണം നടന്ന് തോന്നിയ മാസം ജീവിച്ച സ്ത്രീക്ക് അവസാനം ജീവിതത്തിൽ തട്ടുകേടുകൾ ഒരുപാട് പറ്റിക്കഴിയുമ്പോൾ ആത്മഹത്യ. ഉത്തരവാദി ഭർത്താവല്ല, അഹന്ത. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ ആളുകൾ ആരും ദൈവത്തെ അറിഞ്ഞവരല്ല. ശിഥിലമായി പോകുന്ന ബന്ധങ്ങൾ. ഒന്ന്, മനുഷ്യ ദൈവ ബന്ധങ്ങൾ ഇന്ന് വളരെ വികലമാണ്. രണ്ട്, മനുഷ്യ ബന്ധങ്ങൾ വളരെ വികലമാണ്. മാതാപിതാക്കളും മക്കളും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, സഹോദരങ്ങളും കൂടെ പുറപ്പെടും തമ്മിൽ, ഇതെല്ലാം ഇന്ന് അച്ഛൻ വർണ്ണിച്ചിട്ടില്ല, സമയം അനുവദിച്ചിട്ടില്ല. മൂന്ന്, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ. നാല്, സ്വയം വെറുക്കുന്ന മനുഷ്യർ. അപ്പോൾ ഈ അർത്ഥതലങ്ങളിൽ സമൂഹം മൊത്തത്തിൽ ധാർമ്മികമായി വലിയ തകർച്ചയെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ബോധ്യപ്പെട്ടപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ അധികാരികൾ അന്വേഷിച്ചു. ഈ അനാലിസിസ് വിങ് തന്നെ അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടുംബ ബന്ധങ്ങളിൽ വന്ന ഉലച്ചിലുകളാണ് ഈ ധാർമ്മിക തകർച്ചകളുടെ മുഴുവൻ കാരണം. ഹല്ലേലൂയ. കുടുംബ ബന്ധങ്ങളിൽ വന്ന തകർച്ചകളാണ് ഈ ധാർമ്മിക തകർച്ചയുടെ മുഴുവൻ കാരണം. ഇപ്പോൾ തിരിച്ചറിയുക, കുടുംബ ബന്ധങ്ങളിൽ തകർച്ച വന്നാൽ സമൂഹം മൊത്തം തകർന്നടിയും. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. ഒരു കെട്ടിടം പണിയാൻ ആരംഭിച്ചാൽ അടിസ്ഥാനമിട്ട് പണിയുന്ന കല്ല് മുതൽ ഉറപ്പോടെയല്ല പണിതതെങ്കിൽ ആ കെട്ടിടം നിലനിൽക്കില്ല. ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്ത കെട്ടിടം ഇടിഞ്ഞു വീഴും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മണലിൽ അടിസ്ഥാനമിട്ട് വീട് പണിതവൻ ബുദ്ധികെട്ടവനാണെന്ന്. സമൂഹത്തിൻ്റെ അസ്ഥി അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. ഇന്ന് ആരോഗ്യമുള്ള കുടുംബങ്ങൾ വിരളമാണ്. ആരോഗ്യമുള്ള കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ പറഞ്ഞ തിരുമേനിയുടെ തുടങ്ങട്ടെ, വൈറസ് ബാധിച്ചിട്ടില്ലാത്ത കുടുംബങ്ങൾ വളരെ കുറവാണ്. നീളത്തിൻ്റെ വൈറസ്, അസൂയയുടെ വൈറസ്, ഞാനെന്ന ഭാവത്തിൻ്റെ വൈറസ്, ആദ്യം പറഞ്ഞില്ലേ അഹങ്കാരത്തിൻ്റെ വൈറസ്, പിന്നെ സമൂഹ മധ്യത്തിൽ ആളാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള വൈറസ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മദ്യപാനത്തിൻ്റെ വൈറസ്, മയക്കുമരുന്നിൻ്റെ വൈറസ്, ഒരുപാട് വിധത്തിലുള്ള വൈറസുകൾ ഇന്ന് ഒരുപാട് കുടുംബങ്ങളിലെ ആരോഗ്യം നശിപ്പിച്ച് അതിനെ രോഗത്തിൽ തകർത്ത് മരണത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. കുടുംബങ്ങൾ ദൃഢമാകണം, വിശ്വാസ സ്ഥിരതയുള്ളതാകണം, കുടുംബങ്ങൾ ആത്മീയതയിൽ വളരണം, കുടുംബങ്ങൾ ആലയബന്ധത്തിൽ വളരണം, കുടുംബങ്ങൾ ദൈവ പദ്ധതി പ്രകാരം ചിട്ടപ്പെടുത്തപ്പെടണം. അപ്പോൾ കുടുംബം, ഇതിപ്പോൾ ഈ UK-യിലെ യാക്കോബായ സുറിയാനി സഭയുടെ മക്കളുടെ 4ാമത് കുടുംബ സംഗമം. ഇവിടെ വന്നിട്ടുള്ള കുടുംബങ്ങളെല്ലാം ആരോഗ്യപൂർണമായ കൂട്ടായ്മയ്ക്ക് സ്വയം സമർപ്പണം ചെയ്യുമെങ്കിൽ ആമേൻ, സഭയ്ക്കും സമൂഹത്തിനും ഇതൊരു വലിയ മുതൽക്കൂട്ടാകും. അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ നിന്ന് അട്ടഹസിച്ചത് വെറുതെ പാഴായി പോകും. ഏത് കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകും. തീരുമാനമെടുക്കാനായില്ലെങ്കിൽ വില കൊടുക്കേണ്ടി വരും നമുക്ക്, നമ്മുടെ ഭാവി തലമുറയെ പ്രതി. കുടുംബ ബന്ധങ്ങളിൽ വളർത്തപ്പെട്ടത് കൊണ്ടാണ് നമുക്കൊക്കെ ഈ ധാർമ്മികത ഇത്രയെങ്കിലും സൂക്ഷിക്കാനായത്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരുന്നിടത്ത് വളർത്തപ്പെട്ടവരാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ
ജനിച്ചു വീണപ്പോൾ അപ്പനുണ്ടായിരുന്നില്ല, അപ്പൻ മരിച്ചു പോയിരുന്നു. അമ്മ ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല, ആൺകുട്ടിയാണ്. ശേഷം അമ്മ 4 വിവാഹം കഴിച്ചു. ഇവനെ 4 രണ്ടാനച്ഛന്മാരും നല്ലവണ്ണം മർദ്ദിച്ചു. സ്കൂളിൽ പോയിട്ട് ഈ കുട്ടി ഒരു വലിയ പ്രശ്നക്കാരനായതുകൊണ്ട് സ്കൂളിൽ നിന്ന് അവനെ പറഞ്ഞയച്ചു. ഡിപ്രഷനാണ് അവന്. അത് കഴിഞ്ഞ് അവൻ പട്ടാളത്തിൽ ചേർന്നു. അവിടെ വലിയ പ്രശ്നമുണ്ടാക്കിയതുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. ജനിച്ചു വീഴും മുമ്പ് അപ്പൻ മരിച്ച, അമ്മയുടെ സ്നേഹം കിട്ടാതെ പോയ, അവന്റെ ബാല്യകൗമാരങ്ങളിൽ അമ്മ 4 വട്ടം കല്യാണം കഴിച്ച് അവരുടെ മർദ്ദനമുറ ഏറ്റുവാങ്ങിയ, വിദ്യാഭ്യാസം ചെയ്യുന്നിടത്ത് മുന്നേറാൻ കഴിയാതെ പോയ, ജോലി കിട്ടിയത് ഉപേക്ഷിച്ച് പോരേണ്ടി വന്ന, പുറത്താക്കപ്പെട്ട, ആർക്കും വേണ്ടാതെ വളർത്തപ്പെട്ട ചെറുപ്പക്കാരനാണ് അമേരിക്കയുടെ വിഖ്യാതനായ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയെ വെടിവെച്ചു കൊന്ന ചെറുപ്പക്കാരൻ. അവനെ ആ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവൻ വളർത്തപ്പെട്ട സാഹചര്യമാണ്. കുടുംബങ്ങൾ ആരോഗ്യപൂർണമായി വളർന്നില്ലെങ്കിൽ സമൂഹം തകരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഖം, നമ്മുടെ ആനന്ദം, നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ സമ്പത്ത് എന്നതിനപ്പുറം അനന്തര തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരാവുക, കുറെ കൂടി ദീർഘവീക്ഷണമുള്ളവർ. അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിൽ കുടുംബം രൂപം കൊടുക്കപ്പെട്ടില്ലെങ്കിൽ വില കൊടുത്താൽ മതിയാകില്ല, ഒട്ടും മതിയാകില്ല. അതുകൊണ്ട് നാം ഒരുങ്ങണം. കുടുംബത്തെക്കുറിച്ച് ഒരു 2ാം ഭാഗം ഈ ക്ലാസ്സിന് ഉണ്ട്. ഇതിൻ്റെ പ്രിലിമിനറി ഘട്ടമേ തീർന്നിട്ടുള്ളൂ. ഇവിടുത്തെ ഷെഡ്യൂൾ അനുസരിച്ച് സമയമില്ല. കുടുംബം സഭയുടെ അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ സഭയുടെ ചട്ടക്കൂടിനെ കുറിച്ച് പറയണം. കുടുംബം ദൈവാലയമാണ്. അപ്പോൾ അതെങ്ങനെ, അതിൻ്റെ പ്രായോഗികത എന്ന് പറയണം. കുടുംബം വിദ്യാലയമാണ് എങ്കിൽ അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് പറയണം. കുടുംബം പരസ്പര സമർപ്പണ വേദിയാണ് എങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയണം. കുടുംബം ഒരു കൂദാശയാണ്, അതിനെയും വ്യാഖ്യാനിക്കണം. അത്രയും കാര്യങ്ങൾ നിങ്ങളോട് വ്യാഖ്യാനിക്കാൻ പോയാൽ ഒരു 3 നാഴിക കൂടെ അച്ഛനിവിടെ നിന്നാൽ മതിയാകില്ല. ഇതിപ്പോൾ ആരോ പറഞ്ഞ പോലെ അച്ഛൻ വെറുതെ കൊതിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല രുചിയുള്ള മാമ്പഴമുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ നമുക്കത് പൂളി തിന്നാൻ നേരമില്ല. തൽക്കാലം ഇവിടെ ഇതിന് അടിവരയിടുകയാണ്. പക്ഷെ ഒരു വാക്ക്, കുടുംബം വിദ്യാലയമാണ്. അതേക്കുറിച്ച് 2 വാക്കുകൾ പറയാതെ പോയാൽ ഒക്കില്ല. ഏത് കുഞ്ഞിൻ്റെയും ജീവിതം രൂപപ്പെടുത്തപ്പെടുന്നത് വീട്ടിൽ വെച്ചാണ്. ആണോ? ആണ്. ആദ്യത്തെ അധ്യാപകൻ അപ്പനും ആദ്യത്തെ അധ്യാപിക അമ്മയുമാണ്. ഒന്നും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയല്ല, എല്ലാം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞ് ഒരു ഡിജിറ്റൽ മൂവി ക്യാമറയാണ്. ഹല്ലേലൂയ. ഇതുവഴി നൃത്തം ചെയ്തുകൊണ്ട് ഓടിക്കളിക്കുന്ന കുഞ്ഞു പൂമ്പാറ്റകളൊക്കെ ചുമ്മാ കളിക്കുകയല്ല, ഇവിടെ പറയുന്ന മുഴുവൻ വാക്കുകളും അതിൻ്റെ വികാര ബോധ്യങ്ങളോടെ ഒപ്പിയെടുക്കുകയാണ് അവർ. വീട്ടിൽ ഇങ്ങനെ പാറിപ്പറക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പല മാതാപിതാക്കളുടെയും ചിന്ത. തെറ്റ്. അവർ ഓരോരുത്തരും ഓരോ ഡിജിറ്റൽ മൂവി ക്യാമറയാണ്. കംപ്ലീറ്റ് കാര്യങ്ങളും അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാർഡ് ഡിസ്കിൽ. തക്ക സമയത്ത് അവരത് റീപ്ലേസ് ചെയ്യും. വീടൊരു വിദ്യാലയമാണ്. മാതാപിതാക്കളുടെ ശ്വാസനിശ്വാസഗതി പോലും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. പെറ്റമ്മയുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിയാൽ കുഞ്ഞിനപ്പോൾ ഉള്ളിൽ തീ കത്താൻ തുടങ്ങും. വീട്ടിലുണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല കുഞ്ഞ്, അതൊരാത്മബന്ധമാണ്. അതൊന്നും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ പ്രിയപ്പെട്ടവരെ. താൻ നൊന്ത് പെറ്റ കുഞ്ഞിനൊരു കുഞ്ഞു നൊമ്പരമുണ്ടായാൽ ആ നിമിഷം അമ്മയുടെ തലയ്ക്കകത്ത് അതിൻ്റെ സൂചന കിട്ടും. അത് ദൈവമൊരുക്കിയ ഒരു ആഴമേറിയ പ്രകൃതി ബന്ധമാണ്. ഓർക്കുക, വീട് വിദ്യാലയമാണ്. മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തുവാൻ, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുവാൻ, കരുതേണ്ടതുപോലെ കരുതുവാൻ, വാത്സല്യിക്കേണ്ടതുപോലെ വാത്സല്യിക്കുവാൻ, നയിക്കേണ്ടതുപോലെ നയിക്കുവാൻ, ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ മാതാപിതാക്കൾ കരുതിക്കൊള്ളണം. വീടൊരു വിദ്യാലയമാണ്. ഏത് കുഞ്ഞിൻ്റെയും പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്നത് അവരുടെ വീടാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും നല്ല വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി സംസാരിക്കുള്ളൂ. എൻ്റെ അപ്പൻ 4 ക്ലാസ് പഠിച്ചിട്ടുണ്ട്.
എൻ്റെ അമ്മ 2 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 2 പേരും കൂടെ 6 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 4-ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ അപ്പൻ കോടിക്കണക്കിന് രൂപയുടെ മനക്കണക്ക് കൂട്ടുന്നത് ഞാൻ അമ്പരപ്പോടെ നോക്കി നിന്നിട്ടുണ്ട്. കാൽക്കുലേറ്റർ അത്ര സ്പീഡിൽ കണക്ക് കൂട്ടൂല. 2 ക്ലാസ് പഠിച്ച എൻ്റെ അമ്മ തപ്പിത്തടഞ്ഞ് വേദപുസ്തകം വായിക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. 26 ആണ്ട് മുമ്പ് എൻ്റെ അപ്പനും 5 ആണ്ട് മുമ്പ് എൻ്റെ അമ്മയും ഐഹികവാസം പൂർത്തിയാക്കി. ഞാൻ ഇന്നിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലെ ചില ചിത്രങ്ങൾ മായാതെ എൻ്റെ മനസ്സിലുണ്ട്. 2 ക്ലാസ് മാത്രം പഠിച്ച എൻ്റെ അമ്മ എന്നും വൈകുന്നേരം 6 മണിക്ക് മുമ്പ് അത്താഴം മുഴുവനും പാകപ്പെടുത്തി അടുക്കള അടയ്ക്കും. അതിനുശേഷം അമ്മ അടുക്കളയിൽ ഉണ്ടാവില്ല. 6 മണിക്ക് മുമ്പ് അത്താഴം പാചകം ചെയ്ത് കഴിഞ്ഞിരിക്കും. അമ്മ വന്നൊരൊറ്റ ഇരിപ്പാണ് അമ്മയുടെ കട്ടിലേൽ. വീട്ടിൽ ചില ക്രമീകരണങ്ങളുണ്ട്. തിരിയിട്ട് കത്തിക്കുന്നൊരു നിലവിളക്കുണ്ട്, തൂക്കുവിളക്ക്. അതിൽ തിരിയിട്ട് കത്തിക്കണം. മിനിമം 3 പാട്ടെങ്കിലും പാടണം. എല്ലാവരും സങ്കീർത്തനം വായിക്കണം. ശേഷം ഒരാൾ സുവിശേഷത്തിൽ നിന്നൊരു ഭാഗം വായിക്കണം. പാമ്പാക്കുട നമസ്കാര പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള 9-ാം മണി സന്ധ്യ സൂത്താറ പ്രാർത്ഥന മുഴുവനും ചൊല്ലണം. അക്ഷരം തെറ്റിയാൽ വീണ്ടും പ്രാർത്ഥിപ്പിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി ആമീൻ പറഞ്ഞ് 1 മിനിറ്റ് എല്ലാവരും മൗനമായിരുന്നു കഴിയുമ്പോൾ അമ്മ അവിടെ നിന്ന് എഴുന്നേക്കും. ഇത്രയും സംഭവിച്ചാൽ മാത്രമേ എൻ്റെ അമ്മ എഴുന്നേക്കത്തുള്ളൂ. ഇത്രയും കാര്യം വീട്ടിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ അന്ന് വീട്ടിൽ ആർക്കും അത്താഴമില്ല. വീട്ടിൽ അത്താഴം ഇല്ലാഞ്ഞിട്ടല്ല, അമ്മ വിളമ്പൂല്ല. ഇത്രയും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത്താഴം കിട്ടും, പിന്നെ കിടക്കാം. ഇനി ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. ഈ നിൽക്കുന്ന അച്ഛൻ, പാറേക്കര അച്ഛൻ, ബാല്യകൗമാരങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക്. പ്രാർത്ഥിക്കാനുള്ള കൊതി കൊണ്ടോ പ്രാർത്ഥിക്കാനുള്ള ആവേശം കൊണ്ടോ അല്ല, അത്താഴം കിട്ടാൻ വേണ്ടി. 2 ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള എൻ്റെ അമ്മയുടെ പട്ടാളച്ചിട്ട. അത്താഴം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് പഠിച്ച ഞാൻ ഇന്ന് അനേകരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുവെങ്കിൽ എൻ്റെ 2-ാം ക്ലാസ്സുകാരി അമ്മയുടെ സുഹൃതമാണത്, പുണ്യം. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. വീട് വിദ്യാലയമാണ്. വൈകുന്നേരങ്ങളിൽ ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിൽ റിയാലിറ്റി ഷോ കണ്ട് ചിരിച്ചും കരഞ്ഞും കൂത്താടിയും സമയം കളയാതെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം മക്കളെ. തലമുറകളെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുന്നവരാകണം. വീട് വിദ്യാലയമാണ്. അനുബന്ധമായി ഒത്തിരി പറയാനുണ്ട്. അത് ദൈവം കൃപ ചെയ്താൽ പിന്നെ എന്തെങ്കിലും ഒരിക്കൽ ആകാം. എന്നെ രൂപപ്പെടുത്തിയെടുത്തത് എൻ്റെ കർത്താവും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ചേർന്ന. ജീവിതത്തിൽ ഒരിക്കലും കണ്ട സ്വപ്നങ്ങളല്ല നടന്നിട്ടുള്ളത്. എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് കണ്ട ഏറ്റവും വലിയ സ്വപ്നം ഞാൻ നില ഉഴുവാൻ പഠിക്കണമെന്നാ. എൻ്റെ അപ്പൻ പറയുമായിരുന്നു, ഞാൻ 12 വയസ്സിൽ നില ഉഴുവാൻ പഠിച്ചു, അതുകൊണ്ട് ഇന്ന് വരെ ആഹാരത്തിന് മുട്ട് വന്നിട്ടില്ല. എൻ്റെ മക്കളെല്ലാവരും നില ഉഴുവാൻ പഠിക്കണം. എൻ്റെ അപ്പൻ എന്നെ ആവത് ശ്രമിച്ചു നില ഉഴുവാൻ പഠിപ്പിക്കാൻ, പക്ഷെ ഞാൻ പഠിച്ചില്ല. എൻ്റെ കർത്താവ് കണ്ടു ഞാൻ നില ഉഴുവേണ്ടവനല്ല, ഞാൻ കർത്താവിന് വേണ്ടി രാജ്യത്തെ ഉഴുതുമറിച്ച് പണിതെടുക്കേണ്ടവനാണ്. എൻ്റെ കർത്താവ് എന്നെ ഇവിടം വരെയും എത്തിച്ചു നിർത്തി. എൻ്റെ അമ്മയുടെ വലിയ സ്വാധീനം, എൻ്റെ അപ്പൻ്റെ വലിയ കൊതി അതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നടക്കുക. വീട് വിദ്യാലയമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം മടങ്ങി വന്നിരിക്കുന്നു. മക്കൾ ഓടിക്കളിക്കുന്നുണ്ട്. 5 മണിയോടടുക്കുകയാണ്. ശരിയാണോ? എഴുന്നേറ്റാട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മൾ ഒത്തിരി ചിരിച്ചു, ഒത്തിരി ചിന്തിച്ചു, ചിലപ്പോൾ കരഞ്ഞു. പക്ഷേ തീരുമാനങ്ങളൊന്നും എടുത്തു കാണില്ലല്ലോ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കും. അച്ഛൻ തരക്കേടില്ല, എന്നാ മാതിരി കയറ്റിയത്. ചില പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, അത്രയൊന്നും വേണ്ടായിരുന്നു, എന്തായാലും രസമായിരുന്നു. മംഗലാപുരത്തൊരു മീറ്റിങ്ങിൽ അച്ഛൻ പ്രസംഗിച്ചിട്ട് യൂത്ത് അസോസിയേഷൻകാർ ഫീഡ്ബാക്ക് എടുത്തു. പുതിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് എടുക്കും പോലെ. ആളുകളുടെ മറുപടി കേൾക്കണേ. ഒരാൾ പറഞ്ഞു, 2.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല മോനെ, നല്ലൊരു എൻ്റർടൈനർ കണ്ട സുഖപ്പോ. മക്കളെ,
നിങ്ങൾ അച്ഛൻ്റെ ക്ലാസ്സിനും പ്രസംഗത്തിനും മാർക്കിട്ട് മടങ്ങിയാൽ, നന്മയോ തിന്മയോ നിങ്ങൾ വിലയിരുത്തിയിട്ട് മടങ്ങിയാൽ ഇത് പ്രയോജനം ചെയ്യുന്നില്ല. പാഴായി പോകുമല്ലോ ഈ ദിവസം. തിന്നുകുടിക്കാനല്ല നമ്മളിവിടെ വന്നത്, തമാശ പറയാനും ചിരിച്ച് രസിക്കാനുമല്ല നമ്മളിവിടെ വന്നത്. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു തുള്ളി കണ്ണുനീർ ഈ തറയിൽ ഉറ്റിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് വീഴ്ത്തിയിട്ട്, കർത്താവേ, ഒരുപാട് പിഴവുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ, ഒരുപാട് തെറ്റുകളിലൂടെ നടന്നിട്ടുണ്ട് ഞാൻ. നീ ആഗ്രഹിച്ചതുപോലെ ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ അഹമാണ് എന്നെ ഈ കുഴപ്പത്തിലൊക്കെ ചാടിക്കുന്നത്. ഞാൻ അറിയുന്നു, ഞാൻ മാറണം. ദൈവമേ, കുടുംബമായി ഞാൻ മാറണം. 2012 കുടുംബ സംഗമത്തിൽ ഞാൻ പങ്കെടുത്തത് മുഖാന്തിരം എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറാൻ, എൻ്റെ ഭാവി തലമുറയെക്കുറിച്ചുള്ള ലക്ഷ്യം, ചിന്താഗതി മാറാൻ, ഞാനൊരു പുതിയ മനുഷ്യനായി തീരാൻ, ഞാനൊരു പുതിയ വ്യക്തിയായി മാറാൻ, സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ അങ്ങേയറ്റം കീഴടക്കുന്ന, വൈരം കൊണ്ടല്ല, വെറുപ്പ് കൊണ്ടല്ല, വിദ്വേഷം കൊണ്ടല്ല, പരസ്പരം പഴിചാരിക്കൊണ്ടല്ല, സ്നേഹം കൊണ്ട് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരെ കീഴടക്കുന്ന, ദൈവമേ, നിൻ്റെ പദ്ധതിക്ക് സ്വയം സമർപ്പിതരായി മാറുന്ന, ബന്ധങ്ങൾ ഒന്നായി തിരുമുമ്പിൽ കൂട്ടിച്ചേർക്കുന്ന, എന്നെ പ്രതി വേദനിക്കുന്ന എൻ്റെ അപ്പനെയും അമ്മയെയും ആശ്വസിപ്പിക്കുന്ന, എൻ്റെ ഉള്ളം കയ്യിൽ അവരുടെ ഉള്ളം കയ്യിൽ അവരെന്നെ ഒരു കാലത്ത് പൊതിഞ്ഞു പിടിച്ചതുപോലെ എൻ്റെ ഉള്ളം കയ്യിൽ അവരെ ഞാൻ പൊതിഞ്ഞു പിടിക്കുന്നവരായി മാറാൻ, എൻ്റെ ഭാര്യയുമായി എൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം വളരെ നല്ലതാക്കി തീർക്കാൻ, എന്നിലെ ആഹത്തെ കുരിശിൽ തറയ്ക്കാൻ, എൻ്റെ കൂടപ്പുറപ്പുകളുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ, പ്രകൃതിയോടുള്ള എൻ്റെ ചൂഷണ മനോഭാവം മാറ്റാൻ, കമ്പോളത്തിനടിമപ്പെട്ട എൻ്റെ ജീവിതം ആധ്യാത്മികതയ്ക്ക് അർപ്പണം ചെയ്യാൻ ഇന്നെനിക്ക് ഭാഗ്യം തരണമേ എന്ന് ഒന്ന് ഉള്ളുനുറങ്ങി പ്രാർത്ഥിക്കാൻ ഇപ്പോഴിവിടെ ആഗതരായിട്ടുള്ള ആർക്കെങ്കിലും മനസ്സാകുമോ? ഒരാളെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നെങ്കിൽ ഈ കൂടിവരവ് ലക്ഷ്യം കണ്ടു. മക്കളെ, പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. വൃഥാവായി പോകരുത് ഈ ദിവസം, പാഴായി പോകരുത് ഈ കൂടിവരവ്. നമ്മളിങ്ങനെ ചിന്തിക്കും, 2 ദിവസം നല്ല ഉല്ലാസമായി ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ഒരുപാട് ആളുകളുമായി ഒന്ന് മിങ്കിള് ചെയ്ത് നാടൻ ഭാഷയിൽ ഒന്ന് അടിച്ചു പൊളിച്ച് ഞങ്ങൾ മടങ്ങി എന്ന് വരാതിരിപ്പാൻ, ഈ 2 ദിവസം ജീവിതത്തിൽ എന്നെ കണ്ടെത്താൻ ശ്രമിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട്, ദൈവമേ ഇതാ ഞാൻ എന്നൊന്ന് പറയാൻ ഒന്ന് തീരുമാനിക്കാമോ? ഒന്ന് സമർപ്പിക്കാമോ? ദൈവത്തെ നിനക്കറിയാമോ? ദൈവത്തെക്കുറിച്ച് നിനക്ക് ഒത്തിരി അറിയാം. ദൈവത്തെ നിനക്കറിയാമോ? അവൻ്റെ കൊതി നിനക്കറിയാമോ? അവൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നീ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ നിലയും വിലയും സ്ഥാനമാനങ്ങളും നിനക്കറിയാമോ? ഈ ജീവിതം എത്ര വിലപ്പെട്ടതാണെന്നറിയാമോ? അതൊന്ന് സമർപ്പണം ചെയ്യാമോ? ആത്മാർത്ഥമായി ജീവിതമൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നിന്റെ പാദപീഠത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഈ ദിവസം മുഴുവനും തൃപ്പാദപീഠത്തിലായിരുന്നു ഞങ്ങൾ. നിനക്ക് തിരുവുള്ളം തോന്നി നീ ഞങ്ങളെ സന്ദർശിച്ചു. നീ ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംവദിക്കുകയായിരുന്നു ഈ ദിവസം. പലപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ശക്തമായ മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നു. ദൈവമേ, നീ ഞങ്ങളെ തിരുത്തി, നീ ഞങ്ങളെ ശക്തമായി ഹേമിച്ചു. മനസ്സിലാകുന്നുണ്ട് ദൈവമേ, മനസ്സിലാകുന്നുണ്ട്. നിനക്ക് ഒരുപാട് മുറിവുകൾ തന്നതാണ് ഞങ്ങൾ. ഈ ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഒന്നും ആകാനായിട്ടില്ല. ഞങ്ങളുടെ കുടുംബങ്ങൾ പലപ്പോഴും ഒത്തിരി ശിഥിലങ്ങളും ഒത്തിരി നൊമ്പരങ്ങളും ഒക്കെ പേറുന്നതാണ്. പരസ്പരം അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ ആദരിക്കാനോ കഴിഞ്ഞിട്ടില്ല. തിരുമുമ്പിൽ ഒന്നിരിക്കാനും ജാഗരിക്കാനും ഒരു നന്ദി പറയാനും കഴിഞ്ഞിട്ടില്ല. അഹങ്കാരമാണ്, അഹങ്കാരം മാത്രം. ജോലിയുണ്ട്, പണമുണ്ട്, ആരോഗ്യമുണ്ട്, ആരോ വയ്ക്കാൻ. മത്സരമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ തകരാർ. തിരിച്ചറിയുന്നു ദൈവമേ, നിന്നതല്ല കർത്താവെ, നീ നിർത്തിയതാ. ജനിച്ചു വളർന്ന ബാല്യകൗമാരങ്ങൾ ഓർക്കുമ്പോൾ ഇവിടെ ഒന്നും എത്തിപ്പെടേണ്ടതല്ല.
നീ കൊണ്ടുവന്നെത്തിച്ചതാ. നിന്റെ കൃപ. അവകാശപ്പെടാനൊന്നുമില്ല, ഒത്തിരി അഹന്തയുണ്ട്. താഴ്ത്തി ഏൽപ്പിക്കട്ടെ. ഇന്നു മുതൽ തിരിഹിതം പോലെ വിശുദ്ധിയോടെ സമർപ്പണത്തോടെ ആരാധിച്ചും പരസ്പരം അംഗീകരിച്ചും ബഹുമാനിച്ചും ബന്ധങ്ങളെ നന്നാക്കി, കുടുംബങ്ങളെ ദൃഢമാക്കി, മക്കളെ നല്ല മാതൃകയിൽ വളർത്തി യോഗ്യമാം വണ്ണം ഈ ജീവിതം നയിച്ച് പൂർത്തീകരിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. ദൈവമേ, ഈ യുകയിലെ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ അഭിമന്യ തിരുമേനിക്ക് 1000 മടങ്ങ് ശക്തി കൊടുക്കണമേ. ഈ വിശ്വാസ സമൂഹത്തെ അവിടങ്ങളിൽ നയിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠരായ പുരോഹിതന്മാരെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഇടവകകളെയും ശുശ്രൂഷിക്കുന്ന ഭരണസമിതി അംഗങ്ങളെ ലക്ഷ്യബോധമുള്ളവരും വിനയമുള്ളവരും ശുശ്രൂഷ മനോഭാവമുള്ളവരുമാക്കി തീർക്കണമേ. ഈ മഹാ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും പ്രത്യാശയും ആത്മനിർഭവും വന്ന് കളിയാടണമേ. കർത്താവ് സത്യമായും ഞങ്ങളെ സന്ദർശിച്ചു എന്ന് ഉള്ളം കൊണ്ട് ആനന്ദിച്ച് മടങ്ങാൻ ഞങ്ങൾക്ക് സംഗതി വരണമേ. ഇവിടെ വന്നതുപോലെ ആരും മടങ്ങല്ല ദൈവമേ. ഇരുന്നതുപോലെ ആരും എഴുന്നേറ്റ് പോകല്ല ദൈവമേ. വന്നത് പാപ വഴിയിലൂടെയാണെങ്കിൽ തിരിച്ച് കുരിശിൻ്റെ വഴിയിലൂടെ നിന്നോടൊപ്പം നടക്കാൻ ഭാഗ്യം കൊടുക്കണമേ. നിന്റെ ദാസനെ ശക്തിപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ ജനം നിൻ്റേതാണ്. പിഴവുകളുണ്ടെങ്കിൽ പുറത്തു കൊള്ളണമേ. ഒരമ്മ മക്കളോട് പൊറുക്കുന്നത് പോലെ അതിലുപരി നീ പൊറുക്കുന്ന സ്നേഹമാണ്. നിന്റെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണമേ. വിനയപ്പെടുത്തി അടിയങ്ങളെ തൃപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു നാഥ. ഇവിടെ നിന്ന് തേങ്ങി കരയുന്ന ഉള്ളങ്ങളെ ആശ്വസിപ്പിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കുകയും ചെയ്യണമേ. മഹത്വം കർത്താവ് എടുത്തുകൊള്ളണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ദൈവമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Siddu, South Indian Restaurant. Feel good atmosphere and taste good menu.